ഹായ് മക്കളെ. സോ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ട്രിഗണോമെട്രി എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നാളത്തെ എക്സാമിന് ഇതുവരെ ഒന്നും കാര്യമായിട്ട് ട്രിഗണോമെട്രി ഡൗട്ടാണ്, ക്ലാരിറ്റി ഇല്ല, പഠിച്ചതൊക്കെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഈ 17 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലം ഞാൻ പറയുന്നു നിങ്ങൾക്ക് നാളത്തെ ട്രിഗണോമെട്രി എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വരാവുന്ന എല്ലാ ചാൻസുകളും ഞാൻ ഇവിടെ എഴുതി ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അത് മറക്കണ്ട. അതുപോലെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ട്രിഗണോമെട്രി കുറെ പേര് ഈ വീഡിയോ കാണുന്ന കുറെ പേർക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി സ്കിപ്പ് ചെയ്ത ആളുകളുണ്ടാവും. ഞാൻ അവരോട് പറയുന്നത് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി. കുറെ ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ട്രിഗണോമെട്രി ടഫ് ആണ്. നിങ്ങൾക്ക് ടഫുള്ള ആളുകൾ കമന്റ് ചെയ്യണം. നിങ്ങൾ പറയാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ട്രിഗണോമെട്രി ടഫ് ആണോ സിമ്പിൾ ആണോ. ഞാൻ നിങ്ങളോട് പറയുന്നു ട്രിഗണോമെട്രി ഇസ് വെരി സിമ്പിൾ. കാരണം ഇവിടെ ട്രിഗണോമെട്രിയിൽ നമ്മൾ ഒരു കണ്ണിങ് ആയിട്ട് പഠിക്കാൻ പറ്റും. ആക്ച്വലി ട്രിക്സ് ആണ് ട്രിഗണോമെട്രിയിൽ ഉള്ളത്. ആ ട്രിക്സ് കൃത്യമായിട്ട് നിങ്ങൾ ലേൺ ചെയ്യുകയാണെങ്കിൽ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും നാളത്തെ എക്സാമിന് എന്ത് ചെയ്യാം, മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഇത് നിങ്ങൾ നാളത്തെ എക്സാമിന് പോകുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരുപാട് ഏറ്റി പോകുന്നു വേണ്ട. വളരെ സിമ്പിൾ ലോജിക് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രിഗണോമെട്രി കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വരെയുള്ള എല്ലാ വീഡിയോ മീൻസ് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾ കാണാം. അതിനുശേഷം നിങ്ങൾ പറയാം ട്രിഗണോമെട്രി ടഫ് ആണോ ഇല്ലയെന്ന് കേട്ടോ. വീഡിയോയുടെ കമന്റിൽ നിങ്ങൾ അത് അഭിപ്രായം രേഖപ്പെടുത്തണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കണ്ടതിന് ശേഷം എത്ര പേർക്ക് ട്രിഗണോമെട്രി ടഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഈസി ആണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സോ ചാപ്റ്ററിലോട്ട് പോവാം. സോ വളരെ സ്പീഡായിട്ട് നമ്മൾ ചാപ്റ്ററിലോട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് ലാഗ് ചെയ്തിട്ടൊന്നും ഇവിടെ നോക്കുന്നില്ല. വളരെ സ്പീഡായിട്ട് വളരെ പെട്ടെന്ന് നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചടപട ചെയ്യും. സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എടാ ഫസ്റ്റ് എക്സാമിന് ചോദിക്കുക റേഡിയൻ മെഷറിലോട്ടും ഡിഗ്രി മെഷറിലോട്ടും കൺവേർട്ട് ചെയ്യാനാണ്. വരുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, വന്ന ഇതിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. സോ റേഡിയൻ മെഷറും ഡിഗ്രി മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കുറെ ആളുകൾക്ക് PDC. നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതാണ് 45 ഡിഗ്രി അല്ലെ 25 ഡിഗ്രി. ഇതൊക്കെ സിംപ്ലി ഡിഗ്രി മെഷറുകളാണ്. ഈ ഡിഗ്രികൾക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൻ മെഷറുകൾ ഉണ്ട്. സർ വാട്ട് ഇസ് ദ മീനിങ്? ആക്ച്വലി ഈ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും ആക്ച്വലി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്രോക്സിമേറ്റ്ലി സിംപ്ലി ഈക്വൽ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു സിംഗിൾ റൊട്ടേഷൻ ഓഫ് സർക്കിൾ നമ്മൾ വിളിക്കുന്ന പേര് 360 ഡിഗ്രി ആണ് അല്ലെ. ഹാഫ് 180 ഡിഗ്രി ആണെങ്കിൽ ഒരു സിംഗിൾ റൊട്ടേഷൻ നമ്മൾ പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റേഡിയനിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മൾ എന്ത് പറയുന്നത് 2π എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി റേഡിയനും ഡിഗ്രി മെഷറും ആക്ച്വലി ഈക്വൽ ആണ്. രണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അപ്പൊ 360 ഡിഗ്രി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2π ആണ്. മാത്തമാറ്റിക്കൽ റൂൾ പ്രകാരം രണ്ട് ഭാഗത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടൂടാ, 2 കട്ടായി പോകും. 360 പകുതി എത്രയാടാ, 180 ഡിഗ്രി. അപ്പൊ നമുക്ക് പൈക്ക് നമുക്ക് എന്ത് പറയാം മക്കളെ, മക്കളെ പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ രണ്ട് സൈഡിൽ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 182 90 ഡിഗ്രി π/2 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടി π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഒബ്വിയസ്ലി π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 40. അങ്ങനെ നമുക്ക് ഈ ഡിഗ്രിനെ നേരെ കൊണ്ടുപോകാം. സോ ബേസിക്കലി ഇതങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്കിവിടെ കൺവേർട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രം നമുക്ക് നോക്കാം. കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിനെ റേഡിയൻ ആക്കാം. അപ്പൊ ആക്ച്വലി ഇവിടെ ഒന്നെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കണം ഓർ അല്ലെങ്കിൽ π/180. അപ്പോ എക്സാമിന് ഇത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾക്ക് ഡിഗ്രി ഇങ്ങനെ കാണിച്ചിട്ട് റേഡിയനിലേക്ക് ആക്കുന്നത് മാത്രമല്ല തരിക. അപ്പൊ ഞാൻ വേറെ പ്രീവിയസ് ഇയർ ഉണ്ട്. ഫൈൻഡ് ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു 11/14 റേഡിയൻ. 11/14 റേഡിയൻ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡിഗ്രി ഒന്നും കാണില്ല. പക്ഷെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി മെഷറിലോട്ട്. അപ്പൊ അതേപോലെ തന്നെ ഇത് പ്രീവിയസ് ഇയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 ഡിഗ്രി 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ ബേസിക്കലി നമ്മൾ ഇതൊന്ന് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫിക്സ് ചെയ്യാൻ ട്രിക്ക് ഉണ്ടടാ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൺവേർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. രണ്ടും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ടാവില്ല. ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് എന്താണ്, റേഡിയനിലോട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് ഇതാണ്. റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നാൽ അത് എന്തോ ആവട്ടെ, റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വന്നാൽ റേഡിയൻ നമ്മൾ പറയാം പൈ എന്നാ. ഇവിടെ ഡിഗ്രി മെഷറുണ്ട്, റേഡിയൻ മെഷറുണ്ട്. ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി 35 ഡിഗ്രി 90 ഡിഗ്രിന്റെ കറസ്പോണ്ടിങ് മെഷറാണ് π/2. 360 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് മെഷറാണ് 2π. അപ്പൊ 360നെ 2π എന്ന് പറയുന്ന ഈ 2πനെയാണ് എന്ത് പറയുന്നത്, റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. വേറെ മെഷർ ഒന്നുമില്ല.
ഡിഗ്രി മണ്ടമ്മ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി മെഷർ, റേഡിയൻ ആണെങ്കിൽ പൈ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും റേഡിയൻ മെഷർ. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ നിങ്ങൾ വലിയ സംഭവമായിട്ടൊന്നും പഠിക്കണം. അതൊക്കെ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. മനസ്സിലായ? നിങ്ങൾ ഈ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ എന്തോ ആന കാര്യം എന്ന് പറഞ്ഞ് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നത്. ഏറ്റവും ആക്ച്വലി ചാപ്റ്ററിൽ 14 ചാപ്റ്ററിൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ട്രിഗണോമെട്രി ആണ് എന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഇത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തിക്കോ കേട്ടോ. സോ അപ്പൊ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി. ആ പൈ ആണ് നമ്മൾ റേഡിയൻ ഡിഗ്രി. അപ്പൊ എക്സാമിന് റേഡിയൻ മെഷറിലോട്ടാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ പൈ ബൈ 180 എന്നാണ് നിങ്ങൾ ഫോർമുല കൊടുക്കേണ്ടത്. ഇങ്ങനെ പഠിച്ചാൽ മതി. സപ്പോസ് ഈ റേഡിയന്റെ പകരം ഇംഗ്ലീഷിലവിടെ ഡിഗ്രി മെഷർ എന്നാണ് ഇംഗ്ലീഷിലവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നേരെ തിരിച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി ആദ്യം എഴുതാം, ഡിവൈഡഡ് ബൈ പൈ. ഒന്നുകിൽ പൈ ബൈ 180 അല്ലെങ്കിൽ 180 ബൈ പൈ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. സോ നിങ്ങൾ റേഡിയൻ ആണെങ്കിൽ റേഡിയനിൽ എന്താ പറയാ പൈ. അപ്പൊ പൈ ആദ്യം വരുന്നത് പഠിക്കുക, പൈ ബൈ 180. ഇനി ഡിഗ്രി ആണ് ക്വസ്റ്റ്യൻ വന്നാൽ ഡിഗ്രി ആദ്യം എഴുതാം, ഡിഗ്രി ബൈ പൈ. ഒബ്വിയസ്ലി നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ഹിയർ? 135 ഡിഗ്രിയുടെ എന്താ പറയാ റേഡിയൻ മെഷർ എന്താണെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ. എക്സാമിന് 135 എഴുതുക, ഡിഗ്രി എഴുതുക, ഇൻറ്റു 180 ബൈ പൈ ആണോ പൈ ബൈ 180 ആണോ എന്താ പറ റേഡിയൻ. സോ പൈ ബൈ 180. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ എന്തുകൊണ്ട് കട്ട് ചെയ്യുക, 5 കൊണ്ട് കട്ട് ചെയ്യുക അല്ലെ. 2 സെക്ഷനും 5 കൊണ്ട് നിങ്ങൾ പരമാവധി കട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണ്? പറ. സോ ആൻസർ പറ. സോ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 3 പൈ ബൈ 4 ആണ് കിട്ടുക. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം, 3 പൈ ബൈ 4. ഇതെങ്ങനെ മാക്സിമം കട്ട് ചെയ്യാം? 5ന്റെ ടേബിൾ കൊണ്ട് കട്ട് ചെയ്യാം. സോ പറ 5ന്റെ ടേബിൾ കൊണ്ട് കട്ട് ചെയ്യാം. പൈട്ട് 5 20 20ഉം 13 15 5 25 6 7 35 അല്ലെ 7 35 27 വരും 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ. സോ ഒബ്വിയസ്ലി 4 10 10 30 40 40 4 ഓർക്കല്ലേ 40 4 36. വേറെ രീതിയിലൊക്കെ ചെയ്യുന്ന നിങ്ങൾ നോക്കണ്ട. 27 3ന്റെ ടേബിൾ ആണ്. 27ന്റെ 3ന്റെ ടേബിൾ എത്രയാ? 27 പറ്റില്ലല്ലോ. 27ന്റെ ടേബിൾ 9 36ലെ 13 12. ഓക്കെ 9 12 3ന്റെ ടേബിൾ അല്ലേ 3 4. So that's the correct answer. What is the final answer? 3 pi by 4 കേട്ടോ. സാർ പല രീതിയിലൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഇത്രേ ഉള്ളൂ. 5ന്റെ ടേബിൾ കൊണ്ട് കട്ട് ചെയ്യുക, അത് കഴിഞ്ഞാൽ 3ന്റെ ടേബിൾ കൊണ്ട് കട്ട് ചെയ്യുക. 9ഉം 12 കോമൺ ആണ്. 3ന്റെ ടേബിൾ പോകും, 3 കൊണ്ട് കട്ട് ചെയ്യുക 4. സോ ആൻസർ ഈസ് 3 pi by 4. ഇത്രേ ഉള്ളൂ സംഭവം. ആൻസർ ഈസ് 3 pi by 4. നിങ്ങൾ നിങ്ങളുടേതായ ലെവലിൽ കട്ട് ചെയ്തോട്ടോ. ഓക്കെ എടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് എ ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു 11 by 14 റേഡിയൻ. എടാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഡിഗ്രിന്നോ റേഡിയനോ കാണാനില്ല. പക്ഷെ ക്വസ്റ്റ്യനില് എന്താ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അതുപോലെ എക്സാമിന് ഇതുപോലെ എഴുതി വെക്കാം. എന്താണ് ചോദിച്ചത് അത് ആദ്യം അതുപോലെ എഴുതി വെക്കാം. എന്നിട്ട് എന്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞു ഫൈൻഡ് ഡിഗ്രി മെഷർ. ഡിഗ്രി ഇംഗ്ലീഷ് ലെറ്ററിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഡിഗ്രി മെഷർ. അപ്പൊ ഡിഗ്രി ആദ്യം എഴുതാം. അപ്പൊ എന്താ എഴുതേണ്ടത്? 180 പൈ. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് റേഡിയൻ വാല്യൂ ആണ് അല്ലെ. സോറി ഫൈൻഡ് ഡിഗ്രി മെഷർ ആണ്. നമുക്ക് എക്സാമിന് കിട്ടുന്നത് ഡിഗ്രി മെഷർ ആണ്. ഫൈൻഡ് ഡിഗ്രി മെഷർ ആണ്. അപ്പൊ ഡിഗ്രി ബൈ പൈ എന്ന് എഴുതി. ഡിഗ്രിയിലാണ് വാല്യൂ കിട്ടേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഡിഗ്രിയിലെ വാല്യൂ കിട്ടണമെങ്കിൽ പൈ വേണോ? വേണ്ട. പൈയുടെ ഒരു കൃത്യമായിട്ട് വാല്യൂ ഉണ്ടെന്ന് 22/7. സോ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഇപ്പൊ പ്രീവിയസ് ഇയറിലൊക്കെ ആണെങ്കിൽ പൈ ഈക്വൽ ടു 22/7 കൊടുക്കാറുണ്ട്. സപ്പോസ് ഈ 22/7 എന്ന് പറയുന്നതാണ് 3.14 അല്ലെ. ഈ പൈയുടെ വാല്യൂ 3.14 എന്ന് പറഞ്ഞാൽ 22/7 ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഈ 22/7 എന്ത് ചെയ്യുക, ഒരു ബേസിക് ആയിട്ട് ഒരു കുട്ടി പഠിച്ചിരിക്കണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എക്സാമിന് വരാൻ ചാൻസ് ഇല്ല അതങ്ങനെ പറഞ്ഞിട്ട് കേട്ടാ. പൈയുടെ വാല്യൂ നമുക്ക് അറിയണം. 11/14 ഇൻറ്റു സോ 180 ആണ് മേലുള്ളത്. ഇത് നേരെ പൈയുടെ വാല്യൂ ഞാൻ കൊടുക്കാം കേട്ടോ. സോ 22/7. എടാ ഈ 22/7 നേരെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. സോ 11/14 ഇൻറ്റു സോ ടോപ്പിൽ 180 ഉണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ എന്ത് വരും? 7/22. സോ 11 22 ക്യാൻസൽ 2 വരും. 7 14 ക്യാൻസൽ 2 വരും. സോ 2 × 2 4. ഇപ്പൊ എങ്ങനെ കിട്ടി? 180/4 കിട്ടി അല്ലെ. പകുതി മെത്തേഡ് ചെയ്താൽ 180ന്റെ പകുതി 90, 4ന്റെ പകുതി 2, 90ന്റെ പകുതി 45, 2ന്റെ പകുതി 1. സോ ഫൈനൽ ആൻസർ 45 അല്ല, ആൻസർ ഈസ് 45 ഡിഗ്രി. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുക്കും. എക്സാമിന് വരുന്ന ആളാ. സോ അടുത്ത ക്വസ്റ്റ്യൻ കൺവേർട്ട് 20 degree 40 minutes into radian measure. നിങ്ങൾ 40 minutes എന്നോ 40 സെക്കൻഡ് ഡസന്റ് മാറ്റർ. നിങ്ങൾ അതിനെ കുറിച്ചൊന്നും വെരീഡ് ആവണ്ട. നിങ്ങൾ 20 degree 40 minutes എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ നിങ്ങൾ കൂടുതൽ നിൽക്കണ്ട. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾ 20 degree ഓക്കെ. ഈ സാധനത്തിന്റെ മണ്ടമ ഡിഗ്രി ഇല്ല അല്ലെ. 41ന്റെ മുകളിൽ 40ന്റെ മുകളിൽ ഒരു വരെയാണ്.
അത് മിനിറ്റ് ടു സെക്കൻഡ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് മിനിറ്റ് ആണ് കേട്ടോ. അത് മിനിറ്റ് ആണ് നമ്മൾ ഇതിൽ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓവറായി ടെൻഷൻ അടിക്കണ്ട. നമുക്കറിയാം സിംപ്ലി നമുക്കൊരു ക്ലോക്ക് നമുക്കറിയാം അല്ലെ, ഒരു ക്ലോക്കിൽ നമുക്കറിയാം 60 സെക്കൻഡ് കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മിനിറ്റ് ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡിലോട്ട് ആക്കുക. അപ്പൊ ഈ മിനിറ്റ് ഉള്ളതിനെ സെക്കൻഡിലോട്ട് ആക്കുക എന്ന് പറയുന്നതാണ് ഡിഗ്രിയിലോട്ട് ആക്കുന്നത്. വളരെ സ്ലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമിൽ ഇത്രയും ചെയ്താൽ മതി. ഈ മിനിറ്റ്സിനെ ഡിഗ്രിയിലോട്ട് അപ്പൊ കൂട്ടുക, ഈ 20ന്റെ കൂടെ കൂട്ടുക. അപ്പൊ മിനിറ്റ്സിനെ ഡിഗ്രിയിലോട്ട് ആക്കാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 40നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വിചാരിച്ചോ കേട്ടോ, അത് സെക്കൻഡ് ആണ്, ഇത് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ ആകെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ നിങ്ങൾ നാളത്തെ എക്സാം ഇത്രയൊന്നും കൂടുതൽ ചിന്തിക്കണ്ട. 40 കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. അവിടെ മിനിറ്റ് സെക്കൻഡ് തമ്മിലുള്ള അങ്ങോട്ടും കൺവേർഷൻ ആണ്. സോ അത് അത്ര ഡീറ്റെയിൽ ഇപ്പൊ നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ അറിഞ്ഞില്ലെങ്കിൽ എക്സാമിന് പ്രോബ്ലം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 40/60 കേട്ടോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പവർ എന്താവും, അത് ഡിഗ്രി ആയി മാറും. ഓൾറെഡി നമ്മൾ അതിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തു പഠിച്ചാൽ മതി. സോ 0 കൺവേർട്ട് കട്ടായി. സോ 20 ഡിഗ്രി പ്ലസ് 4/6. ഈ 4/6 ഇനി ചെറുതാക്കാൻ പറ്റുമല്ലോ, എത്രയാണ്, സോ 20 ഡിഗ്രി പ്ലസ് അതൊക്കെ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ 2/3 ഡിഗ്രി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക പറഞ്ഞാൽ, ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആ നമ്പേഴ്സ് മാത്രം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 20 + 2/3 എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ 20 × 3 എത്ര വരും, 60 + 2 × 1 2 all by 1 × 3 3. ഇതിനെ 1 ഡിഗ്രി ഇട്ട് കൊടുത്താൽ മതി. 62/3 ഡിഗ്രി. ഇപ്പൊ നമുക്ക് എങ്ങനെ കിട്ടിയുള്ളത്, 62/3 ഡിഗ്രി എന്ന് പറയുന്ന ആൻസറിലോട്ട് നമ്മൾ എന്ത് ചെയ്തോടാ, ഇതിനെത്തി. ഇനി നിങ്ങൾ ഡിഗ്രി ഇട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ 62/3 എഴുതിയാലും മതി കേട്ടോ. ഡിഗ്രി ഇടാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും ഇപ്പൊ കിട്ടിയ ആൻസർ എന്താണ്, 62/3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഡിഗ്രി. ഇനി ഇതിന് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഇത് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഡിഗ്രി ഇടണ്ട കേട്ടോ. ഡിഗ്രി ഇടണം നിർബന്ധമില്ല, കാരണം നമ്മൾ റേഡിയനിലോട്ടല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കൺവേർഷൻ, ഇനി റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്കിത് ഡിഗ്രിയിലാണ് കിട്ടിയത്. ഇപ്പൊ ഇത് ഡിഗ്രിയിലേക്ക് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിന്റെ റേഡിയന് കാണണം. റേഡിയന്റെ ഫോർമുല എന്താ, നമ്മളെ ഫോർമുല എന്താ, π/180 അല്ലെ. റേഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതണം, π എന്ന് എഴുതണം. ഇനി വെട്ടുക, ഇത് 62 180 വെട്ട, പകുതി വെട്ടിക്കോ. 62ന്റെ പകുതി 31, 31/3. ഡിനോമിനേറ്ററിൽ ഇവിടെ 180ന്റെ പകുതി എത്രയാണ്, 90 ആണ് അല്ലെ. സോ ഫൈനൽ ആൻസർ ഇനി കട്ട് ചെയ്യാനൊന്നുമില്ല, 27 വെട്ടാനുണ്ടോ, ഇല്ല. കറക്റ്റ് ആൻസർ കേട്ടോ. സാറേ മറന്നുപോയി, പൈ എഴുതണം അല്ലേ, പൈ മറക്കാൻ പാടില്ല. സോ ഫൈനൽ ആൻസർ ഈസ് 31π/270 is the final answer. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം. ഇതിൽക്കൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ടാ. ഓക്കെ എടാ, നെക്സ്റ്റ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുന്നത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചെയ്യാണ് ഈ പാറ്റേൺ. പ്രൂവ് ദാറ്റ് sin² π/6 cos² π/3. ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാ, ഇതിൽ വേറെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. നോക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈ 11ാമത്തെ ക്വസ്റ്റ്യനും ഈ 4ാമത്തെ ക്വസ്റ്റ്യനും കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് അറിയോ, നമുക്ക് ടേബിൾ വേണ്ട. നമുക്കൊരു ടേബിൾ വാല്യൂ, കാരണം ഈ ടേബിൾ മസ്റ്റ് ആണ്, എല്ലാ ആളുകളും അറിയാം. +1 മാത്രമല്ല +2 ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ഈ ടേബിൾ ആവശ്യമാണ്. ടേബിൾ കാണാപാഠം പഠിക്കേണ്ട സാറ് ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. സോ ആദ്യം നമുക്ക് ഈ ടേബിൾ ഒന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവരും ടേബിൾ വരച്ച് കാണാപാഠം ഒന്നും പഠിക്കേണ്ട, നാളത്തെ എക്സാമിന് ഇത്രേ ഉള്ളൂ. ടോട്ടലി നമുക്ക് 6 റേഷ്യോസ് ആണ്. ഓക്കെ, റേഷ്യോ ഏതൊക്കെയാണ് സാർ, ഇതൊക്കെ എക്സാമിന് ഇതുപോലെ നാളെ എഴുതണം. അതിനൊക്കെ സമയം ഉണ്ടാവും മക്കളെ. എക്സാമിന് സൈനോ കോസോ ടാനോ വരുള്ളൂ, മനസ്സിലായി. അല്ലാണ്ട് സീക്ക് കൊസീക്കൊക്കെ ഇതുപോലത്തെ എപ്പോഴെങ്കിലും വന്നാലേ വരുള്ളൂ. വരികയാണെങ്കിൽ മാത്രമേ ടേബിൾ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ ടേബിൾ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട. സൈനോ കോസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സൈനും കോസും മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. അത് ഏറി കൂടി കഴിഞ്ഞാൽ ഒരു കൂൾ ഓഫ് ടൈമിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് നോക്കിയിട്ട് സൈനിന്റെ കോസിന്റെ ഒക്കെ വാല്യൂ ഏതാണ് വരുന്നത് നോക്കാം. അപ്പോൾ സൈനിക് കോസ് ടാനും സീക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ റഫായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരക്കാൻ പാടില്ല, പ്രശ്നമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ വരക്കണ്ട കേട്ടോ. എന്ത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രൂഫ് ആവും. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾ എക്സാം ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. എക്സാം സ്റ്റാർട്ട് ചെയ്ത ആൻസറിന്റെ ഷീറ്റിന്റെ സൈഡിൽ എഴുതുക. ഓക്കെ, സൈനിക് കോസ് ടാൻ എന്താ അതിങ്ങനെ പോകും. സൈനിക് കോസ് ടാൻ ഏതൊക്കെ 6 റേഷ്യോയുള്ള കോട്ട്, സൈനിക് കോസ് ടാന് കോട്ട് സീക്ക് കൊസീക്ക്. ഇത് 6ത്തിന്റെ പേര് ഏത് കുട്ടിക്കാ കേരളത്തിൽ അറിയാത്ത, ആർക്കും അറിയാത്തില്ല അല്ലെ. പേരെല്ലാവർക്കും അറിയാം, സൈനിക് കോസ് ടാൻ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പേടിയാവാണ്. നിങ്ങൾ ആദ്യം പേടി മാറ്റി, ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ 6 ആൾക്കാരുടെ പേരാണ് ഇത്. എന്താ പറയാ, സൈൻ ഓഫ് തീറ്റ, കോസ് ഓഫ് തീറ്റ, കൊസിക് ഓഫ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പണ്ട് പേരുണ്ടായിരുന്നു. ഇതിനൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ചെറിയ രൂപമാക്കിയതാണ് നമുക്ക്. സൈന് കോസ് ടാന് കോട്ട് സീക്ക് കൊസിക്ക്. ഇനി ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇനി കോമൺ മെഷറുകൾ നോട്ട് ചെയ്യുക. 2 ടൈപ്പ് മെഷർമെന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഡിഗ്രി, DM എന്ന് എഴുതിയിട്ടുണ്ട്. റേഡിയന് ഞാൻ RM എന്ന് എഴുതിയിട്ടുണ്ട്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോമൺ മെഷറുകളാണ് പറയുന്നത്. 0, 30 ഇതൊക്കെ കോമൺ മെഷറാ. 45, 60, 90 these are the common measures. ഓക്കെ, ഈ വീഡിയോ കണ്ടോ, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നാളെ കിട്ടും കേട്ടോ. സോ കോമൺ മെഷേഴ്സ് ആണ്.
90 ഡിഗ്രി നമുക്ക് പറയാം റേഡിയനിൽ π/2. നേരത്തെ ഞാൻ പറഞ്ഞു π/2. ഒബ്വിയസ്ലി ഇത് എന്താണ് π/2. ഇങ്ങനെ ഓർഡറിൽ എഴുതി പോയാൽ മതി. π/4 π/5 എന്ന് എഴുതരുത്, താളത്തിൽ π/5 എന്ന് എഴുതരുത്, π/6. അതെന്താ സാർ അങ്ങനെ എഴുതി? എടാ π എന്ന് പറഞ്ഞാൽ 180 180/6 ആണ് എന്ത് 30 ഡിഗ്രി കേട്ടാ, 5 അല്ല. അപ്പൊ അതുകൊണ്ട് താളത്തിൽ അങ്ങനെ പിടിക്കരുത്. ഇത് ഓൾറെഡി 0 തന്നെ. ഓക്കെ സാറെ സെറ്റ് ടേബിൾ സെറ്റ്. ഭംഗിക്ക് ഇതൊക്കെ ഒരു വരക്കന് വരച്ചോ, വേണേ വരച്ചോ, സാറ് വരക്കുമ്പോൾ തന്നെ പടപ്രോടാജിൽ വരച്ചോ കേട്ടാ. ഈ ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ എന്തായാലും 3 മാർക്ക് നിങ്ങന്ന് കിട്ടും. ഓക്കെ ഇനി സാറേ സൈനിലുള്ള വാല്യൂ എന്ത് വരെ കാണാപ്പാടം പഠിക്കണം, ട്രിക്ക് പഠിച്ചതാ. ട്രിക്ക് ശ്രദ്ധിച്ചോ. 0/4 1/4 2/4 എക്സാം ഇങ്ങനെ തന്നെ ചെയ്യണം. 3/4 4/4 സാർ പോലും കാണാതെ പഠിച്ചിട്ടില്ല. സിംപ്ലി സാർ 14 വർഷമായി ക്ലാസ് എടുക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ബൈക്കാട്ട് ചെയ്തിട്ട് കൂടല്ല, കാരണം എന്റെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ കാര്യമുള്ളൂ. സോ 0/4 1/4 2/4 3/4 4/4 എന്ന് എഴുതാം. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ 0, 1/4 കട്ട് ചെയ്യാൻ പറ്റില്ല 1/4, 2/4 കട്ട് ആയി കഴിഞ്ഞാൽ 1/2, 3/4 കട്ട് ചെയ്യാൻ പറ്റില്ല 4/4. എന്താ ട്രിക്ക്? 0/4 1/4 2/4 3/4 4/4 എന്ന് എഴുതാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ 0 1/4 2/4 വെട്ടി കഴിഞ്ഞാൽ 1/2 3/4 1. ഈ കിട്ടിയ വാല്യൂസിനൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, റൂട്ട് ചെയ്യാം. വളരെ സിമ്പിൾ അല്ലേ? റൂട്ട് ഒക്കെ റൂട്ട് ഇട്ട് കൊടുക്കാം, എല്ലാം റൂട്ട്. സോ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തെ വരും നോക്കടാ. റൂട്ട് 0 പറയടാ 0. റൂട്ട് 1/4 സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ, ചില തീരെ ബേസ് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. റൂട്ട് 3/√4 റൂട്ട് 1. സോ 0 റൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0, റൂട്ട് 1 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് റൂട്ട് ആണ്, റൂട്ട് 4 പെർഫെക്റ്റ് റൂട്ട് ആണ്, റൂട്ട് 1 പെർഫെക്റ്റ് റൂട്ട് ആണ്, റൂട്ട് 2 അപ്രോക്സിമേറ്റ് വാല്യൂ, അതുകൊണ്ട് റൂട്ട് 2 കീപ്പ് ചെയ്യുക, റൂട്ട് 3 അപ്രോക്സിമേറ്റ് കീപ്പ് ചെയ്യുക, റൂട്ട് 4 എക്സാക്ട് പെർഫെക്റ്റ് റൂട്ട് ആണ്, റൂട്ട് 1 1. എടാ അപ്പൊ ഈ കിട്ടിയ വാല്യൂ ഇല്ലേ, ഈ വാല്യൂ നേരെ സൈനിലായിട്ട് പേസ്റ്റ് ചെയ്യാം. ഈ കിട്ടിയ വാല്യൂ നേരെ എന്ത് ചെയ്യണം, സൈനിൽ പേസ്റ്റ് ചെയ്യാം. വാട്ട് ഇസ് എ വാല്യൂ? 0 1/2. ഈ ടേബിൾ നമ്മൾ അവസാനം വരെ കീപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ഈ പ്രോബ്ലത്തിൽ ഉടനീളം നമുക്ക് ആവശ്യമുണ്ട് പല സ്ഥലത്തും. അപ്പൊ ഈ ടേബിൾ വരിക. എങ്ങനെയാണ് സൈനിക്സ് കിട്ടുക? സൈനിക്സ് കിട്ടിയ കോസെക്സ് കിട്ടാൻ ഒരു പ്രയാസമില്ല. ഈ സൈനിക്സിന് നേരെ തിരിച്ചെഴുതാം. എന്താ പണി അല്ലേ? ഇതിങ്ങനെ പോയ തീവണ്ടി നേരെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ഒരു എൻഡിലുള്ള 1 കൂടെ വരും, റൂട്ട് 3/2 വരും, 1/√2 കോമൺ ടു ബോത്ത് സെന്റർ, 1/2 0. അതെങ്ങനെ നമുക്ക് സൈൻ കിട്ടും? കോസ് കിട്ടി. എടാ പിന്നെ ടാൻ കിട്ടാൻ പണിയില്ല. ഇനി ശ്രദ്ധിക്കുക, ഇതൊക്കെ സ്ക്രീൻഷോട്ടാ പഠിച്ചു പോവാൻ. ഇനി ടാൻ കിട്ടാൻ ഒരു പോലെ, കാരണം ഈ ടാൻ പഠിച്ചോ, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ പഠിച്ചോ, സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ടാൻ എക്സ് കിട്ടുക. അപ്പൊ ടാൻ എക്സിന്റെ ജനറൽ ബേസ് പഠിച്ചോ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. ഒബ്വിയസ്ലി കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ബൈ എന്താടാ, സൈൻ എക്സ് ആണ്. അപ്പൊ നമുക്കിവിടെ ടാൻ എക്സ് ഫില്ല് ചെയ്യാം. അപ്പൊ ടാൻ എക്സ് ഫില്ല് ചെയ്യാം, സൈൻ ബൈ കോസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ സൈൻ എന്താ, ഈക്വലി 0/1. അപ്പൊ 0/1 ന്യൂമറേറ്റർ 0 വന്ന 0, ആൻസർ ഈസ് 0. അതുപോലെ 1/2/√3/2 നോക്കേ, സി 1/2/√3/2. എടാ ന്യൂമറേറ്റർ ഒരുപോലെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഡിനോമിനേറ്റർ ഒരുപോലെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് ഈസ് ആൻസർ? 1/√3. 1/√. ഇനി ഇത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയടാ. റൂട്ട് ക്യാൻസൽ 1, 2 ക്യാൻസൽ √3/1, √3 തന്നെ. 1/0 നോട്ട് ഡിഫൈൻഡ്. സാറേ മനസ്സിലായില്ല. എടാ ഡിനോമിനേറ്ററിൽ 0 വന്നാ 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. എടാ ടാൻ കിട്ടിയാൽ കോട്ട് കാണേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ റെസിപ്രോക്കൽ അല്ല. കാരണം കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ അല്ലേ. ടാൻ മാത്രം പഠിച്ചാൽ മതി, സൈൻ ബൈ കോസ്. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ. അപ്പൊ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ. അപ്പൊ നേരെ ഇങ്ങോട്ട് പിടിക്കാം. സോ ND ഇവിടെ എന്താ റൂട്ട് 3, ഇവിടെ തന്നെ റൂട്ട് 3 അല്ലേ. ഓക്കെ 2 ക്യാൻസൽ റൂട്ട് 3 റൂട്ട് 3 ND റൂട്ട് 3 1/√3 0. എടാ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കോസ്, സോറി സീക്ക്. എടാ സീക്ക് ഇങ്ങനെ പഠിച്ചാൽ ട്രിക്ക് ഒക്കെ ഉണ്ട്, ഒക്കെ ട്രിക്ക് ഉണ്ടടാ. എസ്സിൽ അവസാനിച്ചു കഴിഞ്ഞാൽ പഠിച്ചോ, അത് കംപ്ലീറ്റ് ട്രിക്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. 1/cos സീക്ക്, ദാറ്റ് ഈസ് 1/cos x എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. ഒബ്വിയസ്ലി 1/sin എന്താവും? ഇനി ആര് മാത്രമേ ഉള്ളൂ? അലമ്പായിട്ട് കോസീക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ 1/cos മാത്രം നിങ്ങൾ പഠിക്കുക, 1/cos സീക്ക് ആണ്. അപ്പൊ നിങ്ങൾ പറ റെസിപ്രോക്കൽ ഓഫ് ഈ സീക്ക് ഫിൽ ചെയ്യാൻ എന്ത് ചെയ്താൽ ഈ കോസിനെ റെസിപ്രോക്കൽ ചെയ്താൽ പോരെ. സോ 1/1, വാട്ട് ഈസ് ആൻസർ? 1. അടുത്തത് കോസിന്റെ ആൻസർ 1/√3/2. നേരെ ക്ലൈം ചെയ്ത് മേൽക്ക് കയറും. അപ്പൊ എന്ത് വരും? 2/√3. ഇനി ഇതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. 2/√3. എന്നാൽ സീക്കൊന്നും അങ്ങനെ എക്സാമിന് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുള്ളൂ കേട്ടോ, വളരെ റയർ കേസിലെ. 1/1/√2 √2, 1/1/2 2. ദാറ്റ് ഈസ് 1/0 നോട്ട് ഡിഫൈൻഡ്. എടാ സീക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ചെയ്യാം. സോ വാട്ട് ഈസ് ആൻസർ? ND 2 √2 2/√3 1. എടാ ആക്ച്വലി ടേബിൾ തന്നെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എക്സാമിന് കേട്ടോ, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എടാ അപ്പൊ എക്സാമിന് കുറെ ഡൗട്ട് ഉണ്ട്. സാർ ഇപ്പൊ ഇത് വരച്ചത് അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ്സിലായിരിക്കും വരച്ചിട്ടുണ്ടാവും, എനിക്ക് ചെക്ക് ചെയ്യാം. സോ അത്രയും മിനിറ്റ്സ് ഒന്നും നമ്മൾ എക്സാമിന് എല്ലാം വരക്കണ്ട. സപ്പോസ് എക്സാമിന് സൈനോ കോസോ ആണെങ്കിൽ ഇത് മാത്രം വരച്ചാൽ മതി, ആവശ്യമില്ലെങ്കിൽ ടാനോ ആവശ്യമെങ്കിൽ ഇത് മാത്രം വരച്ചാൽ മതി കേട്ടോ. എന്തായാലും ടേബിൾ വരക്കാൻ നിർബന്ധമാണ് ട്രിഗണോമെട്രിക്ക്. ഓക്കെ, സോ ഞാൻ കളയുന്നില്ല, അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Prove that sin square pi by 6 plus cos square pi by 3 equal to 1/2. Easy and very funny question. Okay, എടാ sin square pi by 6 എന്ന് പറഞ്ഞാൽ ആദ്യം ബേസ് പഠിച്ചോ. sin x into sin x ഇതൊക്കെയാണ് അറിയേണ്ടത്. sin x into sin x എന്ന് പറഞ്ഞാൽ sin square x എന്നും പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, sin x whole square എന്ന് പറയാം, രണ്ടും പറയാം. അപ്പൊ പക്ഷേ കോമൺലി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്, sin square x എന്നാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഇവിടെ ആരൊക്കെ ഉണ്ട്, ഒരു sin pi by 6, അതുപോലെ പിന്നെ ആരുണ്ട്, cos pi by 3 ഉണ്ട്. sin pi by 6 എത്ര ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നമ്മൾ സിംപ്ലി എന്ത് കാണാം, sin pi by 6 ന്റെ വാല്യൂ കാണാം. എങ്ങനെയാണ് sin pi by 6 ന്റെ വാല്യൂ ഒക്കെ നോക്കുക, പറ. ഫ്രം ടേബിൾ വളരെ ഈസി ആണ് നോക്കാം. sin പിടിക്കാം, അതിന്റെ നേരെ റേഡിയൻ മെഷർ sin pi by 6 നോക്കട്ടാ. sin pi by 6 ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 1/2. മനസ്സിലായത് എങ്ങനെ നോക്കിയെന്നത്, 1/2. sin പിടിക്കുക, pi by 6 പിടിക്കുക, നേരെ sin pi by 6 നേരെ. വാട്ട് ഈസ് ദ ആൻസർ, pi by 2. Sorry, 1/2. What is the answer, 1/2. അതുപോലെ cos pi by 3, what is the value, cos pi by 3 പറ, cos pi by 3. So നേരെ ടേബിൾ പിടിച്ചോ, cos pi by 3, cos pi by 3 same 1/2 അല്ലേ, 1/2. So what is the value, അതിന്റെ സ്ക്വയർ. ഇപ്പൊ sin pi by 6 ന്റെ വാല്യൂ cos pi by 3 ന്റെ വാല്യൂ ഫ്രം ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം എന്താ LHS പറ, LHS എന്താ, sin square pi by 6 ആണ്. That is sin pi by 6 into sin pi by 6 അല്ലേ. അപ്പൊ sin pi by 6 ന്റെ വാല്യൂ എത്രയാണ്, അപ്പൊ ഇതിലുള്ള ഈ sin pi by 6 ന്റെ വാല്യൂ എത്രയാണ്, 1/2. So 1/2 whole square. ഇതൊക്കെ നേരെ ഇവിടെ കൊടുത്താൽ മതി, ഇതൊക്കെ ഞാൻ ഇവിടെ നേരെ കൊടുക്കുക, നിങ്ങളൊന്നും ചെയ്യണ്ട, അവിടെ കൊടുത്തോ. 1/2 whole square പ്ലസ് കോസിന്റെ എത്രയാണ് വാല്യൂ കിട്ടി, 1/2 whole square. എന്നിട്ട് RHS ഫോം ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ RHS എഴുതല്ലേ, ഇത് RHS പ്രൂവ് ചെയ്യാം. So 1 square by 2 square plus 1 square by 2 square. So 1 square എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. 1 plus ന്യൂ എടാ ഡിനോമിനേറ്റർ സെയിം ന്യൂമറേറ്റർ ചേർത്ത് എഴുതാ. So 2/4 കട്ടാക്കി കഴിഞ്ഞാൽ എത്രടാ, 1/2. ഇതൊക്കെ ആർക്കാരും അറിയാൻ പാടില്ലാത്ത, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതെങ്ങനെ എക്സാമിന് ചോദിക്കുന്ന ചെയ്യണം. എടാ നേരെ നമുക്ക് ഇങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായിട്ടില്ല, അത് ചെയ്യണമെങ്കിൽ വേറെ പ്രശ്നമുണ്ട്, അത് വേറൊരു സാധനം പഠിക്കാണ്ട് നിങ്ങൾക്ക് ഇടാ. എടാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതിനിടയിൽ ക്വസ്റ്റ്യൻ മിസ്സായടാ, സ്ലൈഡ് തട്ടിപ്പോണ്ട്, ഇല്ലല്ലോ മിസ്സായിട്ടൊന്നുമില്ല, ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എടാ sin minus x 1/2 cos minus x √3/2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan x. എടാ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ചെറിയ കാര്യം പഠിക്കണം. tan x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നല്ല എല്ലാവർക്കും അറിയാം, sin x by cos x ആണെന്ത്, tan x. സോ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, എന്താ സാർ ഒരു sin minus x. എടാ ഇത് നമ്മൾ കാണാതെ പഠിക്കണം. sin minus x എന്ന് പറഞ്ഞാൽ മൈനസ് sin x ആണ്. എടാ ഇത് പഠിക്കാൻ എന്താണ് പണി, ഇത് രണ്ടെണ്ണം ഞാൻ നിങ്ങളോട് കാണാതെ പഠിക്കാൻ പ്രയാസിച്ച് പറയുന്നുള്ളൂ. sin minus x മൈനസ് sin x, cos minus x എന്താണ്, cos x ആണ്. നോക്കി ഓക്കെ, sin minus x മാത്രമാണ് ഒരു മൈനസ്, ഒന്ന് പഠിക്കടാ. cos minus x, sin ആണെങ്കിൽ sin x ആടാ, ഒരു മൈനസ് അല്ലേ ചേർത്ത് പഠിക്കണ്ടുള്ളൂ. cos minus x ആണെങ്കിൽ പോസിറ്റീവ് ആണ് കേട്ടോ, പോസിറ്റീവ് cos x പഠിക്കണ്ട, cos x ഇതൊന്ന് പഠിക്കും. അപ്പൊ ഒബ്വിയസ്ലി ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാ, sin minus x സമം എത്രയാന്നുള്ളത്, 1/2. നമുക്ക് ഓൾറെഡി tan എന്ന് പറഞ്ഞാൽ എന്താണ്, sin by cos. ക്വസ്റ്റ്യൻ tan x എന്താണ്, tan x എന്ന് പറഞ്ഞാൽ sin x by cos x, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് sin minus x ൽ നിന്നും sin x ന്റെ വാല്യൂ കാണണം, cos minus x ൽ നിന്നും cos x ന്റെ വാല്യൂ കാണണം, അത്രേ ഉള്ളൂ. അപ്പൊ sin minus x എന്ന് പറഞ്ഞാൽ മൈനസ് sin x, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുന്നു. sin minus x എന്ന് പറഞ്ഞാൽ നോക്കിയാൽ sin minus x എന്ന് പറഞ്ഞാൽ മൈനസ് sin x 1/2. ഈ 1/2 അങ്ങനെ തന്നെ എഴുതാം. ഇനി മാക്സിന്റെ റൂൾ ഞാൻ എടുത്ത് അപ്ലൈ ചെയ്യുന്നു. മാക്സിന്റെ റൂൾ എന്താ, ഇടത് ഭാഗത്തിന് മൈനസ് കൊടുത്ത് വലത് ഭാഗത്ത്. സാർ എന്തിനാ നമ്മൾ മൈനസ് കൊടുത്തേ, വേണമെങ്കിൽ മൈനസ് പ്ലസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും, sin x ന്റെ കൃത്യം വില കിട്ടിയില്ലേ, sin x. ഈ മൈനസ് അതുപോലെ തന്നെ എഴുതണം, -1/2. അപ്പൊ sin x ന്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. കാരണം sin x ന്റെ ഉത്തരം കിട്ടിയാലല്ലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, -1/2 എന്ന് പറഞ്ഞാൽ sin x ന്റെ സ്ഥാനത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഒബ്വിയസ്ലി cos x എന്താ, ഓൾറെഡി ക്വസ്റ്റ്യൻ എന്താ, cos minus x √3/2. നിങ്ങൾ പറ cos minus x ന്റെ വാല്യൂ എന്താണ്, സിംപ്ലി cos x ആണ് അല്ലേ, cos minus x cos x ആണ്. അപ്പൊ √3/2 നെഗറ്റീവ് ഒന്നുമില്ല, അപ്പൊ ഡയറക്റ്റ് ആൻസർ ആയി. ഇനി ഇവിടെ മൈനസ് പുള്ളി ചെയ്യണ്ട, കാരണം ഓൾറെഡി cos x എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി √3/2. ആ വാല്യൂ ഇവിടെ നേരെ കൊടുത്താൽ മതി, √3/2. എടാ ന്യൂമറേറ്റർ ഒരുപോലെ ക്യാൻസൽ ചെയ്യാം, ഡിനോമിനേറ്റർ ഒരുപോലെ ക്യാൻസൽ. സോ വാട്ട് ഈസ് ദ ആൻസർ, -1/√3. എടാ വളരെ ഈസിയാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ കേട്ടാ. എത്രയോ പേര് ട്രിഗണോമെട്രി ടഫ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. ഓക്കെ, എടാ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ സൈനും കോസും ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെ പോകുന്നതാണ് അത്, sin x ചെയ്യാം, എന്നിട്ട് ബാക്കി ചെയ്യാം. ഇപ്പുറത്തേക്ക് വരട്ടോ. എടാ ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആടാ. sin x ഏതെങ്കിലും സൈനോ കോസോ ടാനോ, ഇത് മൂന്നിലൊന്നാണ് തരിക. ഇനി സീക്ക് തന്നാലും കുഴപ്പമില്ല, സീക്ക് നമുക്ക് റെഡി ആക്കാം. സീക്കിന് റെസിപ്രോക്കൽ അല്ലേ, 1/cos ആണ് സീക്ക്. അപ്പൊ ഇനി സീക്ക് എന്നാലും കോസാക്കി മാറ്റാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. സോ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊരു തിയറി നമുക്ക് അറിയണ്ടേ, കാരണം ഇതിൽ നമുക്ക് ചെറിയ തിയറി അറിയാനുണ്ട്. യെസ്,
അതായത് 4 ക്വാഡ്രന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യം നമുക്ക് ഇവിടെ മാത്രമല്ല ഇതിൽ വെച്ചിട്ട് നമുക്ക് വേറൊരു സാധനം കൂടെ പറയാനുണ്ട്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെക്ഷൻ. ഓക്കെ, സോ നമുക്ക് 4 ക്വാഡ്രന്റ് ആണ് 2D. നമ്മൾ ഓൾറെഡി 2D ആണ് ഇപ്പോൾ ട്രിഗണോമെട്രി നമ്മൾ പഠിക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ എടാ 4 ക്വാഡ്രന്റ്. എടാ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്. നല്ല വൃത്തിയിൽ പഠിക്കണം കേട്ടോ. തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യമുള്ള മാത്രം പഠിക്കാം. ഓരോ കോഡ് 6 റേഷ്യോസ് ആണുള്ളത്. ബ്ലാ 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 6 റേഷ്യോസ്. സൈൻ കോസ് ടാൻ കോസ് സീക്ക് കോസ് സീക്ക് 6 റേഷ്യോസ് ആണ്. ഇവിടെ ഈ 6 റേഷ്യോസിന് 4 ക്വാഡ്രന്റിൽ വ്യത്യസ്ത സൈൻ ആണ്. വാട്ട് ഇസ് ദ മീനിങ്? പഠിച്ചോ. ഇതിനൊരു കോഡ് ഉണ്ട്, ഓൾ സിൽവർ ടീ കപ്പ്. ഇത് നിങ്ങൾ എന്ത് വേണമെങ്കിലും സിൽവറാ എന്ത് വേണമെങ്കിലും പഠിക്കാം. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് എ മീൻസ് ഓൾ ഉണ്ടാവണം. ഏത് ഇത് പഠിക്കണം? എസ്. ഈ എസ് ആണ് ഉദ്ദേശിക്കുന്നത്, ടി ആണ് ഉദ്ദേശിക്കുന്നത്, കപ്പിലെ സി ആണ് ഉദ്ദേശിക്കുന്നത്. എടാ നമ്മളിതൊരു ആക്ച്വലി കോഡാണ്. ഓൾ സിൽവർ ടീ കപ്പ്. കാരണം ഈ 6 റേഷ്യോസും ഈ 4 ക്വാഡ്രന്റിലെ സൈനുകൾ എന്താണെന്ന് നിർബന്ധമായിട്ട് പറയണം. സോ ഓൾ സിൽവർ ടീ കപ്പ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ആണ്. സോ ഓൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടോട്ടൽ 6 റേഷ്യോസ് ആണുള്ളത്. ഏതൊക്കെയാണുള്ളത്? സൈന്, കോസ്, ടാന്, കോട്ട്, സീക്ക്, കൊസീക്ക്. എടാ ഇവരെല്ലാരും എന്താണ്? ഇവരെല്ലാരും ഓൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാ. സെക്കൻഡ് എസ്, സൈന് പോസിറ്റീവാ. എസ് സ്റ്റാർട്ട് ചെയ്യുന്ന സൈൻ അല്ലേ? സൈന് പോസിറ്റീവ്. സൈന്റെ റെസിപ്രോക്കൽ. What is the meaning, sir? 1/sin. ഞാൻ നേരത്തെ പറഞ്ഞു 1/cos. 1/cos പറടാ. 1/cos s ൽ അവസാനിച്ച സീക്ക്. 1/sin എന്താണ് മക്കളെ? കൊസീക്ക്. എടാ അപ്പൊ സൈന്റെ റെസിപ്രോക്കൽ ആണ് ആര്? കൊസീക്ക് അല്ലേ? കൊസീക്ക് എന്താണ്? അപ്പൊ ടോട്ടൽ 6 റേഷ്യോസ് ആണ് ഞാൻ ഇവിടെ എഴുതാം. സൈന്, കോസ്, ടാന്, കോട്ട്, സീക്ക്, കൊസീക്ക്. അതിൽ സൈനും പോസിറ്റീവ് ആണ്. അതുപോലെ എന്താടാ കൊസീക്കും പോസിറ്റീവ്. ബാക്കി എല്ലാ ആളുകളും എന്താടാ? ബാക്കി 4 ആളുകളും എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, മൂന്നാമത്തെ തേർഡ് ക്വാഡ്രന്റ് ടാൻ. സോ സൈന്, കോസ്, ടാന്, കോട്ട്, സീക്ക്, കൊസീക്ക്. സോ ടി പറഞ്ഞ ടാന്. ടാനും കോട്ടും പോസിറ്റീവും. ബാക്കിയുള്ള എല്ലാ ആളുകളും എന്താടാ? പോസിറ്റീവ്. സോറി, ടാനും കോട്ടും പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാ ആളുകളും എന്താണ്? ബാക്കിയുള്ള 4 ആളുകളും നെഗറ്റീവ്. സോ ഒബ്വിയസ്ലി സൈൻ ഇവിടെ കോസ്, കൊസീക്ക് അല്ലെ? കോസ് ആണ് പോസിറ്റീവ് കേട്ടോ. ഇവിടെയും സൈന്, cos x, tan x, cot x, sec x, cosec x. ഇവിടെ കോസ് പോസിറ്റീവ്. റെസിപ്രോക്കൽ ഓഫ് കോസ് എന്താണ്? സീക്കും പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്താണ്? നെഗറ്റീവ്. എടാ ബേസിക്കലി നമ്മൾ ഈ ട്രിക്ക് ആണ്. എടാ മക്കളെ ഇത് കാണാതെ പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ സാധനങ്ങൾ തലച്ചോറിൽ കയറ്റാൻ നോക്കുക. ഒന്ന് ശ്രദ്ധിച്ചേ, 2 സെക്കൻഡ് ഞാൻ തലച്ചോറിൽ എഴുതി തരാം. എടാ മൊത്തം 4 ക്വാഡ്രന്റ് ആളുകൾ. ഓക്കെ, 4 ക്വാഡ്രന്റ്. അപ്പൊ എക്സാമോട് നിങ്ങൾ ഇത് വരച്ചുണ്ടാക്കാനൊന്നും പോണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നാളത്തെ എക്സാമിന് നിങ്ങൾ ഇത് വരക്കാനാണോ? നോട്ട് അറ്റ് ആൾ. നിങ്ങൾ ഇത് വരക്കാനേ പാടില്ല, വരക്കേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡ് ശ്രദ്ധിച്ചേ. എടാ 4 ക്വാഡ്രന്റ് ഉള്ളത് അല്ലെ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. വാട്ട് ഇസ് ഓൾ സിൽവർ ടീ കപ്പ് എന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾ തലയിൽ വെച്ച് പറ. ഓൾ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ്. സെക്കൻഡ് സിൽവർ എസ്, സൈന് പോസിറ്റീവ്. സൈന്റെ റെസിപ്രോക്കൽ കൊസീക്ക് പോസിറ്റീവ്. ബാക്കി 4 നെഗറ്റീവ്. തേർഡ് ടാൻ ഓൾ സിൽവർ ടീ കപ്പ്. ടാൻ ഫോർ പോസിറ്റീവ്, കോഡ് ഫോർ പോസിറ്റീവ്. ബാക്കി 4 നെഗറ്റീവ്. അവസാനം ഫൈനലി കപ്പ് സി, കോസ് പോസിറ്റീവ്. റെസിപ്രോക്കൽ ഓഫ് കോസ് സീക്ക് പോസിറ്റീവ്. ബാക്കി 4 നെഗറ്റീവ്. എടാ ഇങ്ങനെ ഇത് തലച്ചോറിൽ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് എക്സാമിന് നിങ്ങൾ വരക്കുക സ്കൂളിൽ ഇങ്ങനെ വരച്ചാൽ പോലെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ പേപ്പറിൽ വരക്കല്ല. ഇത് നമ്മുടെ തലച്ചോറിൽ മെമ്മറൈസ് ചെയ്യും. ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമല്ലേ ഉള്ളൂ തലച്ചോറിൽ. ഇതാ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈസി അല്ലേ? എല്ലാവർക്കും പറ്റും കേട്ടോ. അല്ലാണ്ട് എനിക്കൊരു കഴിവ് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോസിബിൾ ആണ് കേട്ടോ. ശരി, അപ്പൊ 4 ക്വാഡ്രന്റിലെ ചിഹ്നങ്ങൾ മനസ്സിലായി. അതങ്ങനെ നിൽക്കട്ടെ. ഈ ക്വസ്റ്റ്യനിലോട്ട് വരുന്നതുകൊണ്ട് ഇനി വേറെ കാര്യങ്ങളുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ആദ്യം ക്ലിയർ ചെയ്യട്ടെ. ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. സാർ മൈക്ക് അടിയിലാണോ വെച്ചിരുന്നത്? ദൂരെ കിട്ടിയിട്ടുണ്ടോ? മൈക്ക് ക്യാച്ചിങ് ആണ് അടിയിൽ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അതർ 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. sin x equal to 3/5. x lies in second quadrant. ഓക്കെ, blah blah blah. Okay, find the value of other 5. എടാ ടോട്ടൽ 6 റേഷ്യോസ് ഉള്ളത്. എടാ ഫസ്റ്റ് ഇത് നമ്മൾ 10ാം ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. 10ാം ക്ലാസ് നമ്മൾ എല്ലാവരും പഠിക്കും. ഒരു ത്രികോണം വരക്കാം. ഓക്കെ, ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരക്കാം. ഇതാണല്ലോ 90 ഡിഗ്രി. ട്രയാങ്കിൾ വെച്ച് പഠിച്ചാൽ മതി. ഇത് എക്സാമിന് ഏറ്റവും ഈസി ട്രയാങ്കിൾ വെച്ച് പഠിക്കുന്നത് കേട്ടോ. ഏറ്റവും ഈസിയാണ്, തെറ്റൂല പറഞ്ഞു. ഓക്കെ, ട്രയാങ്കിൾ. എടാ നീളം കൂടിയ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കും. ഇത് തീറ്റ ആയതുകൊണ്ട് കേട്ടോ, ഇതാണ് നമ്മൾ എടുക്കുന്ന തീറ്റ. സോ ഇതിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും. ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. ശരി, ഇനി സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് എക്സ് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ എക്സ് എന്താണ്? ഓ ബൈ എ അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത? സാറേ എനിക്കറിയില്ല.
ഓക്കെ, അറിയാത്ത ആൾ ഇത് വേഗം പഠിക്കും. sin x എന്ന് പറഞ്ഞാൽ O by H. ഇങ്ങനെ ഷോർട്ട് ചെയ്ത് പഠിച്ചാൽ O എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് മക്കളെ. എടാ മക്കളെ എതിർവശം മലയാളം മീഡിയം ഓപ്പോസിറ്റ് എതിർവശം ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ കർണം. എടാ ഇനി കർണമൊന്നുമില്ല, ഇനി ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് മീഡിയം cos x അഡ്ജസന്റ് സമീപവശത്തിനെ വിളിക്കുന്നത് കേട്ടാ ഹൈപ്പോട്ട്ന്യൂസ്. ഓക്കെ, നീളം കൂടിയ ഭാഗം അല്ലെ കർണം എന്നൊക്കെ പറഞ്ഞ് പണ്ട് പഠിച്ചത് അതൊന്നും ഇനി വേണ്ട. ഓക്കെ, ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ tan x എന്ന് പറഞ്ഞാൽ O by ഇവിടെ ഉണ്ടടാ, O ഉണ്ട് ഇവിടെ A ഉണ്ട്. അപ്പോൾ പഠിക്കാൻ സുഖം. sin cos tan എഴുതാൻ പഠിക്കാൻ സുഖം. എടാ ഇവിടെ ഉണ്ട് O by ഇവിടെ കിടക്കണം. ഓക്കെ, O by എടാ ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിന് നാളെ എക്സാമിന് ചോദിക്കും. ഓക്കെ, സോ ഇത് നമുക്ക് ജനറലി അറിയാം. അപ്പൊ നമുക്ക് തന്നത് എന്താ sin x അങ്ങോട്ട് പിടിച്ചോ. sin x എന്ന് പറഞ്ഞാൽ 3/5. അപ്പൊ sin x എന്ന് പറഞ്ഞാൽ എന്താണ് O by H ആണ് അല്ലെ. അപ്പൊ നമ്മളോട് ജസ്റ്റ് O by H എന്ന് കൊടുക്കാം. O by H. സോ ഇതിന്റെ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ മാറി. ഉത്തരം എത്ര കിട്ടി? വേറെ കളർ കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് ഉത്തരം 3. ഹൈപ്പോട്ട്ന്യൂസ് എത്ര കിട്ടിയിട്ടുള്ളത്? 5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അഡ്ജസന്റ് സൈഡ് കാണാം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലെ. എല്ലാവർക്കും ബ്യൂട്ടിഫുൾ തിയറാണ് പൈതഗോറസ്. ചില ആളുകൾക്ക് പൈതഗോറസ് തിയറം പേടിക്കും. എന്തിനാണ് നിങ്ങൾ ഈ പേടിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ അറിയാത്ത ഭാഗത്തിന് എക്സ് കൊടുത്തോ. എടാ അഡ്ജസന്റ് സൈഡ് നമുക്ക് അറിയില്ല, എക്സ് കൊടുത്തോ. എവിടെ വേണമെങ്കിലും അത് ആണെങ്കിൽ എക്സ് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ എപ്പോഴും അങ്ങനെ തന്നെ വന്നോളൂ. വാട്ട് ഈസ് പൈതഗോറസ് തിയറം? നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ പറ മക്കളെ. 5² പ്ലസ് നീളം കൂടിയതിന്റെ ഭാഗത്തിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്ത്? 5² ഈക്വൽ ആയിരിക്കും എന്ത്? അത് കർണത്തിന് ഈക്വൽ ആയിരിക്കും. 5² ഈക്വൽ ആയിരിക്കും എന്ത്? ഈ ചെറിയ കഷ്ണങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ സ്ക്വയറിന്റെ സമ 3² x². 5ന്റെ സ്ക്വയർ 25, 3ന്റെ സ്ക്വയർ 9. അതൊക്കെ ആർക്കും അറിയാൻ പാടില്ലത്. x². സോ x² അവിടെ നിർത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ 5² ഇതാണ് എളുപ്പം എഴുതുമ്പോൾ. 3² പ്ലസ് x². അപ്പൊ 5ന്റെ സ്ക്വയർ എത്രയാടാ? 25. ഇതല്ലേ നേരത്തെ എഴുതി? ആ ശരി സാർ. 9 പ്ലസ് x². 9 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കാണിച്ചാൽ മതിയോ? 25 പ്ലസ് 9 ഇങ്ങോട്ട് വന്നാൽ എന്താടാ? -9 x². അപ്പോൾ x² സമയം എത്ര ഇവിടെ? 25 എത്രയാണ്? 16 വരും. എടാ സ്ക്വയർ കളയാനുള്ള മെത്തേഡ് എന്താ? ഒരേ ഒരു വിദ്യ, റൂട്ട് ചെയ്യാം. അല്ലെ സ്ക്വയറും റൂട്ടും വെട്ടി സാറേ. x = പ്ലസ് ഓർ റൂട്ട് പെർഫെക്റ്റ് റൂട്ടാണ് അല്ലേ. 4 4 16. എടാ 16ന്റെ റൂട്ട് എന്താണ്? 4 ആണ്. കാൽക്കുലേറ്ററിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അല്ലാതെ നിങ്ങൾക്ക് അറിയണം കേട്ടോ. x 4 ആണ്. സോ ഇവിടെ 3 5 ഈ വാല്യൂ എത്ര വരും? 4 ആണ് കിട്ടിയത്. നമ്മൾ കണ്ടെത്തി. പൈതഗോറസ് തിയറം ഉപയോഗിച്ചും കൊണ്ടാണ് കണ്ടെത്തുക. വേറെ ഒരു തിയറും ഇല്ല. പൈതഗോറസ് തിയറം ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂടാ? അതിന്റെ വാല്യൂസ് കണ്ടെത്തും. എല്ലാവരും കണ്ടെത്തിയതൊക്കെ ഒന്ന് എഴുതേ. സാർ കീയും കൂടെ ഫോളോ ചെയ്യാം, പ്രശ്നം ഉണ്ടാവരുത്. sin x 3/5 റൈറ്റ്. sin x 3/5 സെയിം. യെസ്. ഓക്കെ, എടാ അങ്ങനെ എഴുതി. എടാ ഇപ്പം നമ്മളിത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എഴുതി. ഇനി നമുക്ക് യെസ് ഇത് നമുക്ക് ആവശ്യമാണ്. sin x cos x tan x ഒക്കെ ആവശ്യമാണ്. ശരി. ഇനി നമുക്കിതൊരു വൃത്തിയിൽ പ്രസന്റ് ചെയ്യണമല്ലോ. എവിടേക്കാ പ്രസന്റ് ചെയ്യാം? ഓക്കെ, ഞാൻ ഇവിടെ വായിക്കാം. ഇവിടെ തന്നെ നല്ല വൃത്തിയിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, എടാ നമുക്ക് 6 റേഷ്യോസ് വേണം. ഇപ്പൊ മക്കളെ ശ്രദ്ധിക്കുക. എടാ sin x വേണം, cos x നല്ല നീറ്റ് വേണം പ്രസന്റേഷൻ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. tan x വേണം, കോട്ട് sin cos tan കോട്ട് സീക്ക്. 5 കാണണം. ഒന്ന് ഓൾറെഡി ഉണ്ട്. സീക്ക് കോസീക്ക്. ഓക്കെ, ഇനി ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എടാ ഇതിന് സൈൻ ഇടുന്നത് ലാസ്റ്റ് ഇട്ടാൽ മതി. എന്താ സാറേ പറഞ്ഞത്? സൈനിക്ക് മനസ്സിലായില്ല അല്ലെ. എടാ എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റാ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെയാണ്? ഓൾ സിൽവർ. സൈനും സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും ആണ് എന്ത് വരുന്നത്? പോസിറ്റീവ്. ശ്രദ്ധിച്ചോ? അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഈ പറയുന്ന സാധനം ഒന്നും കൂടെ പറഞ്ഞ എക്സ്. എടാ ഇത് ക്വാഡ്രന്റ് നോക്കണം. എക്സ് ലൈസിൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റാ. രണ്ടാമത്തെ ക്വാഡ്രന്റ് ഓൾ സിൽവർ. സൈനും ആരൊക്കെ പോസിറ്റീവ് പറ? സൈന് പോസിറ്റീവ് പറ. പിന്നെ ആരാ? സൈനും പിന്നെ സൈൻ്റെ 1/sin എന്താണ്? കൊസീക്ക് പോസിറ്റീവാ. എടാ ഇവര് രണ്ടാണ് പോസിറ്റീവ് ആദ്യമേ എഴുതിച്ചു, ബാക്കിയൊക്കെ നെഗറ്റീവാ. അപ്പൊ ആദ്യമേ തന്നെ ആ നെഗറ്റീവോടെ ഇട്ട് വെച്ചോ. ഇത് ക്വസ്റ്റ്യനിൽ ആദ്യമായിട്ട് സെറ്റ് ചെയ്തിടുകയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 6 നമ്മൾ മൊത്തത്തിൽ എഴുതാം. അപ്പൊ സയൻസിന്റെ ഓൾറെഡി ഉത്തരം നമുക്കറിയാം എത്രയാണ്? 3/5 ആണ്. അപ്പൊ +3/5 എന്ന് പറഞ്ഞാൽ 3/5. അത് പ്ലസ് ടച്ചടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ 3/5 എന്ന് എഴുതിയാലും മതി. എടാ ഇനി നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പൊ sin x കിട്ടി. ഇനി ഓരോന്ന് പറ. cos x എന്താ പറഞ്ഞു? അഡ്ജസൻ. ഞാൻ ഓരോന്ന് കാണാം. അഡ്ജസൻ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വാട്ട് ഈസ് അഡ്ജസൻ സൈഡ്? 4/. ഹൈപ്പോട്ടന്യൂസ് എന്താ? 5. സോ 4/5. cos x എന്താ വരിക? 4/5. സോ ആൻസർ ഈസ് -4/5. കേട്ടോ, അത് നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ടാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഞാൻ കള്ളിയൊക്കെ വേണമെങ്കിൽ ആക്കുന്നുണ്ട് നല്ല ക്ലാരിറ്റിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. sin x ന്റെ ആൻസർ കിട്ടി, cos x ന്റെ ആൻസർ കിട്ടി. ഇനി tan x ന്റെ ആൻസർ. വാട്ട് ഈസ് tan x ന്റെ ആൻസർ? പറ. tan x ഈക്വൽ ടു വാട്ട് ഈസ്? sin x by cos x. sin x by cos x. സോറി ഇത് വേണ്ടല്ലോ. tan x ന്റെ നേരെ ജനറൽ ഉണ്ടല്ലോ. ഇങ്ങനെയും കിട്ടും കേട്ടോ. അല്ലെങ്കിൽ tan എന്ന് പറഞ്ഞാൽ O/A ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 3. അഡ്ജസൻറ്റ് സൈഡ് എത്രയാടാ? 4. 3/4 ഇത് മതി. tan
3/4. സൈൻ ഫിക്സ്ഡ് ആണ്, മൈനസ് ആണ്, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്താണ്. ഇനി കോട്ട്, ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഇനിയൊക്കെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. ഇനിയൊക്കെ റെസിപ്രോക്കലേ കാണുള്ളൂ. ഈ ആദ്യത്തെ 3 മാത്രമേ നമ്മൾ എക്സാമിന് കാണുള്ളൂ. ബാക്കി 3 ഇതുമെന്ന് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, ടാനെ തല തിരിച്ചെഴുതാം. അപ്പൊ ടാന്റെ ഉത്തരം -3/4 അല്ലേ? മൈനസ് അവിടെ കിടന്നോട്ടെ, മൈനസ് ആൻസറിൽ നമുക്ക് അവിടെ ഉള്ളതാണ്. 3/4 നേരെ തല തിരിച്ച്, അതിനെ റെസിപ്രോക്കല 4/3. ഇത്രയേ ഉള്ളൂ. സീക്ക് എന്തിന്റെ റെസിപ്രോക്കല പറ? ഞാൻ പറഞ്ഞു കോസ്. എസ്സിൽ അവസാനിക്കുമ്പോൾ സീക്ക്, ഇങ്ങനെ പഠിച്ചോ. അപ്പൊ കോസിന്റെ റെസിപ്രോക്കലാണ്. കോസിന്റെ തല തിരിച്ച ആൻസർ 4/5 ആണ്. ഇവിടെ എന്ത് വരോടാ? 5/4. അപ്പൊ അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ, നല്ല നീറ്റിൽ പ്രസന്റ് ചെയ്യണേ. അടുത്തത് പിന്നെ ആരാണ്? സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പൊ സൈന് നേരെ 3/5 ആണെങ്കിൽ എന്ത് എഴുതാം? 5/3. നോക്കി ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. പക്ക ആൻസർ കീ ആണ് കേട്ടോ. ഒരു തെറ്റോ കാര്യങ്ങളൊന്നുമില്ല, കൃത്യമായിട്ടുള്ള ആൻസർ കീ ആണ്. കറക്റ്റ് ഫോളോ ചെയ്യുക കേട്ടോ. എടാ ഇതുപോലെ നമ്മൾ 5 നമ്മൾ 1 ഓൾറെഡി നമുക്ക് തന്നതാണ്, അത് നമ്മൾ ഓൾറെഡി അഡീഷണൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി കറക്റ്റ് നമ്മൾ 6 റേഷ്യോസ് നമ്മൾ എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിന്റെ മുന്നേ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ സാറേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, cos x = -x ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. എന്തുകൊണ്ടാണ് സാർ ഇവിടെ ഒരു മൈനസ് വന്നത്? ചില ആളുകൾക്ക് ഭയങ്കര പേടി ഇവിടെ മൈനസ് വന്ന കാരണം. പക്ഷേ നിങ്ങൾ നോക്ക്, എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റാ. എക്സ് ലൈസിൻ തേർഡ് കൊണ്ട് പറ ഫസ്റ്റ് ഓൾ സിൽവർ ടാൻ. തേർഡ് ക്വാർട്ടറിൽ ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. ഒബ്വിയസ്ലി ആര് നെഗറ്റീവാണ്? ഇവിടെ കോസ് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഓൾറെഡി തേർഡ് ക്വാർട്ടറിന്റെ ആയതുകൊണ്ടാണ് കോസിന്റെ ഓൾറെഡി ആൻസറിൽ മൈനസ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ആരെ മാത്രം നോക്കിയാൽ മതി? cos x എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് തന്ന വാല്യൂ 1/2 എന്ന് മാത്രം എടുത്താൽ മതി. ഇവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രന്റിലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ്. നിങ്ങൾ അത് ഇവിടെ എടുക്കൊന്നും വേണ്ട, ഇവിടെ ഓൾറെഡി 1/2 എന്ന് മാത്രം എടുത്താൽ മതി. മനസ്സിലായ? ക്വാഡ്രന്റിന്റെ സൈനാണ് മൈനസ്, കോസിന്റെ. തേർഡ് ക്വാഡ്രന്റിൽ കോസിന്റെ സൈന് മൈനസ് ആണ്. മനസ്സിലായ? ആർക്ക് മനസ്സിലായി? ശ്രദ്ധിക്ക്. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ്, കോസീക്ക് എക്സ്, ഓൾ സിൽവർ ടാൻ. ടാൻ്റെ കേസിൽ പറ, ടാനും കോട്ടും മാത്രം പോസിറ്റീവ്. ഞാൻ ഇവിടെ എഴുതാം, വേറെ കളർ ഉപയോഗിക്കാം. ടാനും കോട്ടും ഇവൻ രണ്ടാളും പോസിറ്റീവ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്? നെഗറ്റീവാ. ഇപ്പൊ നിങ്ങൾ കണ്ട നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം എവിടെ? 1/2. എവിടെ? ഈ സാധനമാണത്. മനസ്സിലായ? അവിടെ ഓൾറെഡി നമുക്ക് തന്നതാണല്ലോ വാല്യൂ. ഉണ്ടോ? സോ -½ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നതാണ്. ആ ക്വാഡ്രന്റിന്റെ സൈൻ ആണത്. അപ്പൊ നമ്മളിവിടെ cos x അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നോക്കുമ്പോൾ ഇവിടെ മൈനസ് ഒന്നും മെൻഷൻ ചെയ്യണ്ട. അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടന്യൂസ്, നീളം കൂടിയ ഭാഗം അല്ലേ? ഇതാണ് നമ്മൾ തീറ്റ എടുത്തിട്ടുള്ളത്. സോ അഡ്ജസന്റ് സൈഡ് 1, നേരെ ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ സിംപ്ലി സെയിം നേരത്തെ പോലെ അറിയാത്തതിന് x എന്ന് കൊടുക്കാം. നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ സമം x² + 1². സോ 2² 4 x² അല്ലേ? 1² എന്ന് പറഞ്ഞാൽ 1. 1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞോ 4 - 1 = x². സിംപ്ലി x² എന്ത് കിട്ടും? 3 കിട്ടും. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് ചെയ്യുക. സ്ക്വയറും റൂട്ടും വിട്ട് x എന്ത് കിട്ടും? √3 അല്ലേ? സോ നമുക്ക് ഇവിടെ കിട്ടിയടാ ആൻസർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, √3. അപ്പോൾ എല്ലാ സൈഡും കിട്ടി. ഇനി പഴയ പോലെ പടപടാച്ചിട്ട് പടക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നും ആവശ്യമില്ല, അതൊക്കെ മാറ്റാം. ഓക്കെ, ഇനി ഓരോന്നോരോന്ന് പറഞ്ഞോ. സൈൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ. സൈൻ x എന്ന് പറഞ്ഞാൽ പറഞ്ഞോട്. O/H, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഹിയർ? √3. ഹൈപ്പോട്ടന്യൂസ് വാട്ട്? 2. സോ √3/2. സൈൻ എന്ന് പറഞ്ഞാൽ √3/2. √3. ഇനി സൈനുകളൊന്നും പുട്ട് ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സൈന് കോസായി ടാൻ. വാട്ട് ഈസ് ടാൻ? O/A അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഓപ്പോസിറ്റ് സൈഡ് എന്താ? √3. അഡ്ജസന്റ് സൈഡ് എന്താ? 1. √3/1 എന്ന് പറഞ്ഞാൽ √3 കേട്ടോ. √3 എന്ന് എഴുതിയാൽ മതി കേട്ടോ. √3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിച്ചിട്ടും കുഴപ്പമില്ല, മാർക്ക് പോകുന്നില്ല. √3/1 √3 ആണ്. അതുപോലെ ഇനിയിപ്പോൾ ടാൻ കഴിഞ്ഞ് 3 നമ്മൾ കണ്ടാൽ മതി, ബാക്കി ഇതിൻ്റെ ഒക്കെ റെസിപ്രോക്കലാണ് അല്ലേ? ടാൻ കിട്ടിക്കഴിഞ്ഞാൽ കോട്ട നേരെ എന്നാൽ തിരിച്ചിട്ടാ. √3/1 എന്ന് പറഞ്ഞാൽ 1/√3. അപ്പോൾ ഞാൻ എന്താ കീപ്പ് ചെയ്യാൻ കാരണം കേട്ടോ. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പോൾ 1 അതിൽ വരും 2/1. 2/1 എന്ന് പറഞ്ഞാൽ എന്താടാ? 2 ആണ് കേട്ടോ. സോ ഫൈനൽ ആൻസർ -2 ആണ് കേട്ടോ. -2. സോ കൊസീക്ക് എക്സ് സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്. അപ്പോൾ എന്ത് വരടാ? 2/√3. വെരിഫൈഡ് ആൻസർ ആണ്, അതൊന്നും തെറ്റൊന്നുമില്ല. പക്ക ആൻസേഴ്സ് ആണ്. ഓക്കെ, ചെക്ക് ചെയ്യേണ്ട ആവശ്യം കൂടുതല. അടുത്ത് സാറേ ഇനി ഒരു ടാനും കൂടെ ചെയ്താൽ പരിപാടി കഴിഞ്ഞു. മീൻസ് എല്ലാം നമ്മൾ ചെയ്യണം. സൈനോ കോസോ ടാനോ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ. വീണ്ടും ട്രയാങ്കിൾ വരച്ചു. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എപ്പോഴും. ഇതാണ് നമ്മൾ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞ്, ടാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞോട് O/A അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 1/2 ആണ്. ക്വാഡ്രന്റ് എന്താ പറഞ്ഞത്? തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ് മൂപ്പർ അങ്ങനെ കിടക്കുന്നത്. മനസ്സിലായ? നമുക്ക് സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്, കോട്ട് ഉണ്ട്, സീക്ക് ഉണ്ട്, കൊസീക്ക് ഉണ്ട്. പറ
പറ 4 ക്വാഡ്രന്റ് ഓൾറെഡി പറഞ്ഞത് ക്വാഡ്രന്റ് അതാ എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റിൽ നമുക്കറിയാം ടാൻ അല്ലേ ടാൻ പോസിറ്റീവ് കോട്ട് പോസിറ്റീവ് ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവ് അതുകൊണ്ടാണ് നമുക്ക് ടാൻ തന്നപ്പോൾ ഓൾറെഡി പോസിറ്റീവ് ആയിട്ടും കൂടെ തന്നിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാം അപ്പൊ ടാൻ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് O/A ഓപ്പോസിറ്റ് 1 അഡ്ജസൻറ്റ് സൈഡ് 2 അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ് ഹൈപ്പോട്ന്യൂസ് ആണ് കാണേണ്ടത് അപ്പൊ നമുക്ക് ഹൈപ്പോട്ന്യൂസ് അറിയില്ല ജനറലി എക്സ് കൊടുക്കാം നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ സോ എക്സ് സ്ക്വയർ ഈക്വൽ എന്ത് കിട്ടൂടാ 1 + 4 കിട്ടും അല്ലേ 1 + 4 എത്ര കിട്ടൂടാ 5 കിട്ടും സോ എക്സ് ഈക്വൽ എന്ത് കിട്ടും √5 ഇത് നമുക്ക് എന്ത് കിട്ടൂടാ √5 എല്ലാം കിട്ടി സ്റ്റാർട്ട് ചെയ്തോ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തോ സ്ക്രീൻ അടിക്കുക നാളെ എക്സാം പഠിപ്പിക്കണ്ടടാ ഓക്കെ സൈൻ മുതൽ പഠിച്ചോ സൈൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ് 1 ഹൈപ്പോട്ന്യൂസ് √5 സോ നേരെ പേസ്റ്റ് ചെയ്തോ 1/√5 ഓക്കെ 1/√5 is the answer ഓക്കെ അത് cos x O/A അല്ല എന്താ A/H പറ അഡ്ജസൻറ്റ് സൈഡ് 2 ഹൈപ്പോട്ന്യൂസ് √5 2/√5 അടുത്ത ആൻസർ ടാൻ ഇവിടെ കണ്ടില്ലല്ലോ ടാൻ O/A സാറേ ടാൻ തന്നിക്കണ് സാറേ ഇവിടെ കാണേണ്ട ആവശ്യമില്ല 1/2 തന്നെ കിട്ടും അല്ലേ തന്നിട്ടുണ്ടെങ്കിൽ എടാ ഇത്രയും കണ്ടാൽ മതി ബാക്കി അതിനൊക്കെ റെസിപ്രോക്കൽ എഴുതാം ടാൻ 1/2 വന്നാൽ നേരത്തെ വെച്ച് 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ ഫൈനൽ ആൻസർ 2 എന്ന് എഴുതണം നല്ലത് 1/cos 2/√5 അപ്പോൾ ആൻസർ എന്താ വരിക √5 കേട്ടോ മൈനസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് മറന്നിട്ടില്ല മൈനസ് അവിടെ കൃത്യമുണ്ട് ഓൾറെഡി ഞാൻ മൈനസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കോസിക്ക് സൈൻ്റെ റെസിപ്രോക്കൽ അല്ലേ √5/1 ദാറ്റ് ഈസ് -√5 ആണ് ഫൈനൽ കീ വരിക കേട്ടോ എടാ ഈസി അല്ലേ ഈ ക്വസ്റ്റിനൊക്കെ എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ അത് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം ഞാൻ പ്രീവിയസ് ഇയർ ഒക്കെ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ എക്സ്പെക്ട് ചെയ്തെന്ന് പറഞ്ഞത് ഓക്കെ ഇതവിടെ നിൽക്കട്ടെ അത് ചെയ്യാറായിട്ടില്ല വേറെ സാധനം സെറ്റ് ചെയ്യണം ഇതൊന്നും ചെയ്യാറായിട്ടില്ല അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ലെവലിൽ ഒരു സാധനം കൂടെ പഠിക്കണം ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ വാല്യൂ യെസ് ഇനി അത് നമ്മൾ പഠിക്കുന്നു അതിന് നമ്മൾ മറച്ചു വെക്കുന്നില്ല ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട് എന്താ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്താൽ വേണ്ടി വെച്ചിരിക്കുന്നു മക്കളെ ശ്രദ്ധിച്ചോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു +1 ഇത് അറിയുന്ന കുട്ടികളുടെ എണ്ണം ലെസ് ദാൻ 1% ആയിരിക്കും അല്ലെങ്കിൽ 2% ആയിരിക്കും 100 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 2% കുട്ടികൾക്കായിരിക്കാം മേ ബി ഇത് അറിയുന്നത് അല്ലെങ്കിൽ 2.5%. അപ്പോൾ ഇത് എന്താ സാർ ഇത് അത്രയും വലിയ സംഭവം അല്ല അത് വെരി ഈസിയാണ് ഇത് ഞാൻ ട്രിക്കിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇത് ട്രിക്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇത് നിങ്ങളെ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ പഠിപ്പിച്ചെടുത്ത് തരാം ഇത് നിങ്ങൾക്ക് +2 കൂടെ ആവശ്യമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി കേട്ടോ അതുകൊണ്ട് ഇവിടെ +1 മാത്രമല്ല പഠിക്കേണ്ടത് ഓക്കെ സോ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാണ്ടത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് പ്രോസസ്സ് പക്ഷേ ഇത് പറയാതെ നമുക്ക് അടുത്ത് പറയാൻ പോസിബിൾ അല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് വേറെ ടോപ്പിക്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണം അപ്പോൾ അത് വേണ്ടല്ലോ നമുക്ക് ട്രിഗണോമെട്രി എന്തായാലും നാളത്തെ എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യണം കേട്ടോ ഈസി വൺ ആണ് ഇത് ആക്ച്വലി മെൻ്റൽ കാൽക്കുലേഷൻ ആണ് പറഞ്ഞത് സിമ്പിൾ ട്രിക്ക് വെച്ചിട്ടാണ് സാറ് പറഞ്ഞത് കാണാതൊന്നും നിങ്ങൾ പഠിക്കണ്ട ഓക്കെ ശ്രദ്ധിച്ചോ എടാ ഫസ്റ്റ് ഇവിടുന്ന് കുറച്ച് ഗെയിമാടാ സ്റ്റാർട്ട് ചെയ്യാം എടാ ഇത് 0 ഒബ്വിയസ്ലി ഇത് 90 ഡിഗ്രി അല്ലേ ഇതിൻ്റെ മണ്ടമ്മ ഞാൻ 90 ഡിഗ്രി എന്ന് എഴുതി വെക്കണം ഓക്കെ ഇവിടെ സിമ്പിളാണ് കേട്ടോ ഇത് 0 ഇത് 0 എടാ ഇവിടെ എത്തുമ്പോഴേക്കും ഇത് എന്താവും ഇങ്ങനെ വന്നിട്ട് റൗണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പോകുന്നത് 180 ഡിഗ്രി ഇവിടെ ഞാൻ ഇവിടെ 180 ഡിഗ്രി നമുക്ക് എന്താ പറയുക പൈ എന്നാ പറയാം എന്താ പറയുക പൈ അത് കഴിഞ്ഞ് ഇവിടെ 270 നമുക്ക് എന്താ പറയുക 3π/2 3π/2 നമുക്ക് അത്ര പ്രത്യേക ആവശ്യമൊന്നുമില്ല ചുമ്മാ മാർക്ക് ചെയ്യുന്നത് മാത്രം 3π/2 ഒന്നും എക്സാമിന് ആവശ്യമില്ല അതുപോലെ റൊട്ടേഷൻ 2π ഇത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ 0 ആ 2π എൻഡ് ചെയ്യണം 2π ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് 2π എൻഡ് ആവശ്യമുണ്ട് നമുക്ക് കേട്ടോ 2π ആവശ്യമുണ്ട് കാണുന്നില്ലേ ഉണ്ട് ശരി ഓക്കെ അപ്പോൾ ഒന്നും കൂടെ പറയാം 0 സ്റ്റാർട്ട് ചെയ്തു അതങ്ങനെ പോയി ഇവിടുത്തെ π/2 ആയി പിന്നെ π ആയി 3π/2 ആയി പിന്നെ 2π ആയി ഓക്കെ ഇനി എക്സാമിന് ആവശ്യമുള്ള ട്രിക്ക് ഇതാണ് മക്കളെ ശ്രദ്ധിച്ചോ എടാ ഈ π/2ഉം 3π/2ഉം കേസ് വരുമ്പോൾ നോക്കട്ടാ ആ നേരെയുള്ള സാധനം π/2ഉം 3π/2ഉം കേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കണം ഓക്കെ ഇതൊരു ട്രിക്കാണ് പിന്നെ അതുപോലെ പിന്നെ പിന്നെ പൈയും 2πയും ഒരു ഗ്രൂപ്പാണ് ആ വടികൾ ഓരോ ഗ്രൂപ്പാണ് ഈ ലൈൻ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് പഠിച്ചോ ഇത് പഠിച്ച പരിപാടി കഴിഞ്ഞു ഓക്കെ എടാ സൈനാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അപ്പോൾ എന്താ സാറേ സൈൻ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ നിങ്ങൾ ആക്ച്വലി നമുക്കിവിടെ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഞാൻ കാണിച്ചു തരാം എടാ അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ എന്താ sin π+x എന്ന് അറിയണം അല്ലെങ്കിൽ sin π-x അറിയണം അല്ലെങ്കിൽ കോസ് 2π+x അറിയണം ഇങ്ങനെ മൊത്തത്തിൽ എത്ര 48 എണ്ണം ഉണ്ട് എത്ര ഉണ്ട് 48 എണ്ണം അപ്പം 48 എണ്ണം നിങ്ങളെ കൊണ്ട് കാണാപാടെ പഠിക്കാൻ പോയിട്ട് നടക്കില്ല
പക്ഷേ ഇത് കാണാപാഠം പഠിക്കല്ലേ വേണ്ടത്, ഇതൊരു ട്രിക്കിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ സാർക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സാർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക, അപ്പോൾ ആൻസർ കിട്ടും. എങ്ങനെ ആ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യുന്ന ക്വാഡ്രന്റിലെ സൈൻ വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി ആൻസർ പറയും. വിത്തിൻ 2 എനിക്ക് തോന്നുന്നു 3 സെക്കൻഡ്, മാക്സിമം 3 സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. മാക്സിമം ആണ് 3 സെക്കൻഡ്. നമുക്ക് എക്സാം ഹോളിൽ 2.5 മണിക്കൂർ എക്സാമിൽ 3 സെക്കൻഡ് കിട്ടാനില്ലേ, ഈസി വണ്ണ 3 സെക്കൻഡ് ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് പഠിക്കണം. പക്ഷേ ഇത് പഠിക്കുന്നോടത്ത് നമുക്ക് കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇത് ഓർത്തെടുക്കാൻ ഓൺലി 3 സെക്കൻഡ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഫണ്ണി. ഓക്കെ, സോ ഇവിടെ സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നാലും അത് π/2 ഇവിടെ വരികയാണെങ്കിൽ ഏതൊക്കെ വരുള്ളൂ, π/2 ഓർ അല്ലെങ്കിൽ എന്താ പറയുക 3π/2. അത് π/2 ആവട്ടെ 3π/2 എന്തോ ആട്ടെ, സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ, സൈൻ ഓഫ് കേട്ടോ, സൈൻ എക്സ് അല്ല, സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വരുമെങ്കിൽ ഇതിന്റെ ആൻസർ കോസ് എക്സ് ആണ്. അത്ര സിമ്പിളാണ് കോസ് എക്സ്. സൈൻ എന്താണെന്ന് മാത്രം ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. സൈൻ നമ്മൾ പറയുന്നത് ക്വാഡ്രന്റിൽ എവിടെയാണോ കിടക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് സൈൻ പറയുക, അതായിട്ടില്ല. സിമ്പിളി നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് π/2 3π/2 കേസ്, 3π/2 3π/2 വരാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. സൈൻ്റെ കേസ് ആണെങ്കിൽ ആൻസർ കോസ് എക്സ്. അപ്പോൾ കോസിലാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ആൻസർ നിങ്ങൾ പറ, സിംപ്ലി സൈൻ എക്സ് ആണ്. സർ അങ്ങനെയാണെങ്കിൽ ടാനിൽ സ്റ്റാർട്ട് ചെയ്ത ആൻസർ എന്താ, കോട്ടെക്സ് ആണ്. കോട്ടെക്സ് ആണ് ആൻസർ, അത്രേ ഉള്ളൂ. കോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൻസർ എന്താ സാറേ, ടാൻ എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറ് പറ, സീക്ക് ആണെങ്കിൽ എന്താ സാറേ, കൊസീക്ക് ആണ്. കൊസീക്ക് എക്സ് ആണ് സാറേ. കൊസീക്ക് ആണെങ്കിൽ എന്താ സാറേ, സീക്ക് എക്സ് ആണ്. ട്രിക്ക് മനസ്സിലായോ? സൈനിലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗിൽ കോസ് എക്സ്, സൈൻ ഓഫ് π + x അങ്ങനെയൊക്കെ π/2 + x അങ്ങനെ വരുമ്പോൾ കോസ് എക്സ്, കോസ് π/2 - x വരുമ്പോൾ സൈൻ എക്സ്, ടാൻ π/2 + അങ്ങനെ വരുമ്പോൾ കോട്ട് വന്നാൽ ടാൻ, സീക്ക് വന്നാൽ കൊസീക്ക്, കൊസീക്ക് വന്നാൽ സീക്ക്. പൈയും 2π നല്ല സിമ്പിളാണ് പഠിക്കാൻ. എന്താ കാരണം എന്നറിയോ? എന്താ കുറച്ച് പേർക്ക് അറിയാം, സൈനിലാണ് തുടങ്ങണമെങ്കിൽ ആൻസർ എന്താ, സൈൻ എക്സ്. കോസ് ആണെങ്കിൽ കോസ് എക്സ്. അപ്പോൾ സാറേ എല്ലാം അങ്ങനെയല്ലാണ്. കൊസീക്ക് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊസീക്ക് എക്സ്. എടാ മക്കളെ, ഇതിപ്പോൾ നിങ്ങൾ ഇത് എഴുതി, ഇത് നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് എത്രയേ ഉള്ളൂ. π/2 3π/2 കേസിലാണെങ്കിൽ സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ സൈൻ, ടാൻ ആണെങ്കിൽ കോട്ട്, കോട്ടാണെങ്കിൽ ടാൻ, സീക്ക് ആണെങ്കിൽ കൊസീക്ക്, കൊസീക്ക് ആണെങ്കിൽ സീക്ക്. π 2π കേസ്, π 2π കേസ് എന്താണ്, സൈൻ ആണെങ്കിൽ സൈൻ എക്സ്, കോസ് ആണെങ്കിൽ കോസ് എക്സ്, ടാൻ ആണെങ്കിൽ ടാൻ എക്സ്, കോട്ടാണെങ്കിൽ കോട്ട് എക്സ്, സീക്ക് ആണെങ്കിൽ സീക്ക് എക്സ്, കൊസീക്ക് ആണെങ്കിൽ കൊസീക്ക് എക്സ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ വൺ. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ബോർഡ് ലിസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ തലച്ചോറിലാണ് ഇത് ഫീഡ് ചെയ്യേണ്ടത് കേട്ടാ. ഓക്കെ, ഇനി 48 എണ്ണം സാർ ഞങ്ങൾ ഞെട്ടിക്കാൻ പോവുകയാണ്. 48 എണ്ണം ഏത്? ഓക്കെ, ഇതൊക്കെ എന്താ ഇവിടെ വിളിച്ചാ? ഓക്കെ, അവിടെ കിടന്നോട്ടെ. ഇനി വേറൊരു പേജ് കാണാം, വേണ്ട. ഇനി അവിടെ തൽക്കാലം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പോൾ ഇവിടെ ഒരു പേജ് ഇല്ലല്ലോ അപ്പം. ഇവിടെ നിന്ന് ചെയ്യാം. ഇനി ശ്രദ്ധിക്കാം. ഓക്കെ, എടാ ഈ π/2 + x ഇവിടെ സ്പേസ് ഉണ്ടാക്കണമല്ലോ. നിങ്ങൾ എന്തായാലും ഇത് തലച്ചോറിൽ ഫീഡായില്ലേ? നിങ്ങൾ തലച്ചോറിൽ ഫീഡായിരിക്കണം. ഇതൊക്കെ ഞാൻ വായിച്ചോളെ. ഇതൊക്കെ നിങ്ങളെ തലച്ചോറിൽ ഫീഡാണ്. ഓക്കെ, ഓക്കെ, അങ്ങനെ തലച്ചോറിൽ ഫീഡായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എടാ ശ്രദ്ധിച്ചോ, π/2 ആന്റി ക്ലോക്ക് വൈസിലാണ് ഇങ്ങനെ ഡിഗ്രി മെഷർ പോകുന്നത്. അപ്പൊ π/2 പ്ലസ് എന്ന് പറഞ്ഞാൽ നോക്കേ, ഇതാണ് π/2 + x. എന്താ മനസ്സിലായില്ലേ സാറേ? ഇത് π/2. നിങ്ങളൊരു നീഡിൽ ഇങ്ങനെ പിടിച്ചോ. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഇങ്ങനെ വന്നു, സൈൻ π/2 + x എന്താണെന്ന് ചോദിച്ചു എന്ന് കിട്ടുക. വാട്ട് ഈസ് ദി ആൻസർ? സോ അത് 1 മാർക്കിന് വരെ ചോദിക്കുന്നതാടാ. അപ്പം നമുക്ക് നീഡിൽ ഇങ്ങനെ പിടിക്കാം, സൈൻ π/2. ഇങ്ങണ്ടല്ലല്ലോ പോവാ, കൂടുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ. കാരണം ആന്റി ക്ലോക്ക് വൈസിലാണ് ഡിഗ്രി അല്ലേ, 90 180 270 300 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ സൈൻ π/2 ഇങ്ങനെ പിടിച്ചോ. π/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ, പ്ലസ് ഇവിടെ പ്ലസ് കണ്ടാൽ ഇങ്ങോട്ട് വരും, ടിക്ക്. സെക്കൻഡ് ക്വാർട്ടറിലോട്ട് വരും, ടിക്ക്. അപ്പോൾ π/2 മൈനസ് എന്ന് പറഞ്ഞാലോ, പറ സൈൻ π/2 മൈനസ് എന്ന് പറഞ്ഞാൽ പറ, ഇങ്ങനെ പിടിക്കുക. π/2 എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാണ് ഇങ്ങോട്ട്, π/2 മൈനസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. അപ്പോൾ ക്വാഡ്രന്റ് കണക്ക് മനസ്സിലായ. അതേപോലെ 2π + x എന്ന് പറഞ്ഞാൽ, അപ്പോൾ സൈൻ π + x എന്ന് പറഞ്ഞാലോ, സൈൻ π + x. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മളെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ. സൈൻ π + x ഉം സൈൻ π - x ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നത്. സോ സൈൻ π + ഇതാ പൈ ഇങ്ങനെ, പൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തേർഡ് ക്വാഡ്രന്റ്, പൈ മൈനസ് എന്ന് പറഞ്ഞാൽ പിടിച്ചോക്കടാ, സൈൻ π - എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ക്വാഡ്രന്റുകൾ ക്ലിയർ ആയി. ഇനി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ π/2 + x. എടാ അപ്പോൾ π/2 + x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ π/2 മൈനസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ ഇട്ടോ. π/2 മൈനസ്, ഇത് π/2 മൈനസ്, ഇനി 2π ഇവിടെ വേണമെങ്കിൽ എഴുതിക്കോ. 2π ഇത് π + x, അതുപോലെ π - x വേണമെങ്കിൽ ഇവിടെ സിമ്പിളൊക്കെ എഴുതിക്കോ. 3π ഒന്നും വരുന്നില്ല, 3π/2 മൈനസ്, അതുപോലെ 2π + x എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും കേട്ടോ. 2π - x എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ്. സി 2π പ്ലസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, 2π എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാ പോകട്ടോ, പൈ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് പോകുക. ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് പറഞ്ഞത്. 2π + x, 2π - x എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ്. ശരി, അതൊക്കെ ഓക്കെ സാറേ. ഇനി സാറ് പറ, ഇനി സൈൻ π/2 + x വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, π/2 3π/2 കേസിലാണെങ്കിൽ സൈൻ എന്തായി മാറും, കോസ് എക്സ് ആവും. അപ്പോൾ സൈനാണ് π/2 3π/2 വന്നാൽ ആൻസർ ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം, കളമ്പ് അങ്ങോട്ട് പോ. സൈൻ
π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ പറ. അപ്പൊ π/2ന്റെ കേസ് ആണെങ്കിൽ π/2 3/2 കേസ് ആണ് സൈൻ ആണെങ്കിൽ വാട്ട് ഈസ് ദി ആൻസർ? ഡയറക്റ്റ് എഴുതിക്കോ cos x. സാറേ cos x എഴുതി, പക്ഷെ ഇതിന്റെ സൈനും കൂടെ ശ്രദ്ധിക്കണം. അതാണ് മോസ്റ്റ് ഡേഞ്ചർ പാർട്ട്. നിങ്ങൾ cos x ആൻസർ ഓക്കെ, മൈനസ് cos x ആണോ പ്ലസ് cos x ആണോ, ഇതാണ് മാത്രം അത് രണ്ടാമത്തെ സെലക്ഷനാണ്. അപ്പൊ 2 സ്റ്റെപ്പിൽ ഇത് ചെയ്താൽ മതി. നമ്മൾ 3 സെക്കൻഡ് കൊണ്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞത് 1 സെക്കൻഡ് കൊണ്ട് ഈ ആൻസർ എഴുതാം. രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന്റെ സൈൻ നിർണ്ണയിക്കണം, പ്ലസ് ആണോ മൈനസ് ആണോ. അതോടുകൂടെ ആൻസർ കഴിഞ്ഞു. അപ്പൊ 2 സെക്കൻഡ് മതിയില്ല സാർ? 2 സെക്കൻഡ് മതി. 3 സെക്കൻഡ് വേണ്ട, 2 സെക്കൻഡ് മതി ഈ പ്രോബ്ലം ചെയ്യാൻ. മനസ്സിലായ? അപ്പോൾ π/2 എന്ന് പറഞ്ഞാൽ 3π/2 വന്ന സൈൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ധൈര്യമായിട്ട് cos x. 1 സെക്കൻഡ് കഴിഞ്ഞു. രണ്ടാമത്തെ സെക്കൻഡിൽ നമ്മൾ എന്ത് നിർണ്ണയിക്കണം? ഇതിന്റെ സൈൻ നിർണ്ണയിക്കണം. സൈൻ നിർണ്ണയിക്കണം, ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് സൈൻ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ടല്ല. നന്നായി ശ്രദ്ധിച്ചോ, കുറെ ആളുകൾ cos x ന്റെ സൈൻ ആണ് ചെക്ക് ചെയ്യുക. അല്ല, അപ്പോ π/2 പ്ലസ് എക്സ് എന്നാണ്. π/2 പ്ലസ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലേക്കാണ് വന്നേ? π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഉത്തരത്തിന്റെ അല്ല എന്തിന്റെ? ക്വസ്റ്റ്യന്റെ സൈൻ ആണ്. നന്നായി പറഞ്ഞതിന്റെ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യന്റെ സൈൻ ആണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യന്റെ സൈൻ എന്താ? ഓൾ സിൽവർ. സെക്കൻഡ് ക്വാർട്ടറിൽ എന്താണ്? സിൽവർ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. സൈൻ അല്ല, കോസിന്റെ സൈൻ അല്ല എഴുതേണ്ട കേട്ടാ, ക്വസ്റ്റ്യന്റെ സൈൻ ആണ് എഴുതേണ്ടത്, പോസിറ്റീവ്. സോ ദ ആൻസർ ഈസ് പോസിറ്റീവ് cos x. പോസിറ്റീവ് cos x ആണ് സിംപ്ലി cos x, അല്ലെങ്കിൽ പോസിറ്റീവ് cos x എഴുതിയിട്ട് എക്സാമിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. അങ്ങനെയാണെങ്കിൽ മക്കൾ എന്ന് പറഞ്ഞേ cos π/2 പ്ലസ് എക്സ്. വാട്ട് ഈസ് ആൻസർ? cos π/2. സാറേ π/2ന്റെ കേസ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, കോസ് വന്നാൽ സൈൻ എക്സ് ആണ് ആൻസർ. ഫസ്റ്റ് സെക്കൻഡിൽ അത് കണ്ടു. ഇനി സൈന് മാത്രമേ സാറേ ഞാൻ ചെക്ക് ചെയ്യുന്നത്. കോസ് π/2 ഓൾ സിൽവർ അല്ലെ, സൈന്. അതുപോലെ തന്നെ സൈൻ്റെ റെസിപ്രോക്കലായ കൊസീക്കു ആണ് എന്ത്? പോസിറ്റീവ് ഉള്ളത്, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. സോ ദ ആൻസർ ഈസ് മൈനസ്. സോ ക്വസ്റ്റ്യൻ്റെ ആണ് നോക്കേണ്ടത്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ ആണ് നോക്കേണ്ടത്. സോ ആൻസർ ഈസ് മൈനസ് സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം നിങ്ങൾക്ക് എഴുതാം. ഈ കോൺസെപ്റ്റിൽ 48 എഴുതാവുന്ന കാര്യമുള്ളൂ. ഞാൻ കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എഴുതിത്തരാം. tan π പ്ലസ് എക്സ് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടെ എഴുതിത്തരാം. tan π പ്ലസ് എക്സ്, സൈൻ π പ്ലസ് എക്സ് വരാം. ഞാൻ സൈൻ എഴുതിക്കോ. ഓക്കെ, സൈൻ π പ്ലസ് എക്സ് ആയിക്കോട്ടെ. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പിടിക്കാം, പ്ലസ് എന്ന് പറഞ്ഞാൽ നേരെ തേർഡ് അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്വാഡ്രന്റ് ടാൻ എന്താ? തേർഡിലെ നോക്കണ്ടേ. ആദ്യം സൈൻ π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈയും 2π കേസ് വന്നാൽ എന്താണ്? സൈൻ ആണെങ്കിൽ ആൻസർ എന്ത് തന്നെയാണ്? സൈൻ എക്സ് എന്ന് ആദ്യം എഴുതാം. പിന്നെ സൈൻ നിർണ്ണയിക്കാം, ക്വസ്റ്റ്യൻ്റെ ആണ് നിർണ്ണയിക്കേണ്ടത്. അപ്പൊ സൈൻ ഓൾ സിൽവർ. ഇതിൽ സൈൻ എന്താ? തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താ? നെഗറ്റീവ് ആണ് സാറ്. സോ നെഗറ്റീവ് എന്താണ്? സൈൻ എക്സ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒന്നാണ് അതൊക്കെ കേട്ടോ. ഇനി ഒരു 4-5 കൂടെ ഞാൻ എഴുതാം. ഇവിടെ നമുക്ക് സ്പേറ്റിൽ ഇതല്ല. ഇപ്പം നമ്മൾ ഇനി വരാൻ ചാൻസ് ഉള്ളതൊക്കെ ഞാൻ എഴുതാം. അതുപോലെ കോസ് π/2 മൈനസ് എക്സ്, ഇതൊക്കെ നമുക്ക് പ്ലസ് ടുവിന് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇൻറ്റഗ്രേഷൻ ഒക്കെ പറഞ്ഞാൽ പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ട്, അവിടെ അത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എങ്ങനെ പിടിച്ചു? കോസ് π/2 മൈനസ് എക്സ്, നേരെ π/2 കുറയാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ എന്താ? എല്ലാവരും പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ പോസിറ്റീവോ സൈൻ അല്ലേ? അപ്പോൾ കോസ് ആണെങ്കിൽ ആൻസർ എന്താ? സൈൻ എക്സ്. സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം എന്താ? എല്ലാവരും ഓൾ ആർ പോസിറ്റീവ് ഫസ്റ്റ് ക്വാർട്ടറിൽ, കൂടുതൽ ചിന്തിക്കാനില്ല. അതുപോലെ സൈൻ 2π പ്ലസ് എക്സ്, ഇത് നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. സൈൻ 2π പ്ലസ് എക്സ് പറ. സൈൻ 2π പ്ലസ് എക്സ് എന്നാൽ ഇത് 2π പ്ലസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാവരും സൈൻ പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ 2πന്റെ കേസിലാണെങ്കിൽ സെയിം തന്നെ വരാമെന്നാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ കോസ് വരുമ്പോൾ സൈൻ വരുമെങ്കിൽ പൈയും 2πയും വരുന്ന കേസിൽ എന്താണോ ഫംഗ്ഷൻ അത് തന്നെ വരിക. സോ പോസിറ്റീവ് ആണ് അല്ലേ? ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാവരും പോസിറ്റീവ് ആണ്. എടാ ഇങ്ങനെ 48 എഴുതാം, 48 എഴുതാൻ പറ്റും. അതൊക്കെ നിങ്ങൾ എഴുതി നോക്കുക. ജസ്റ്റ് ഞാനൊരു ഐഡിയ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ ഇത് എവിടെ എങ്ങനെയൊക്കെ വരുന്നു നോക്കാം. ഓക്കെ, എടാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ പാർട്ട് കേട്ടോ. വലിയ പ്രശ്നമുള്ള പാർട്ട് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ട് ഈസിയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടോ, നിങ്ങൾക്ക് നാളത്തെ എക്സാം ഹാപ്പി ആയിരിക്കും കേട്ടോ. സോ ഇവാലുവേറ്റ് tan 13π/6 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സാർ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇത് അവിടെ നിൽക്കട്ടെ, അടുത്തതിൽ ചെയ്യാം. ഇത് ചിലപ്പോൾ തുടക്കത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കും. അതിനെക്കാട്ടി ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ദ വാല്യൂ ആ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഞാൻ അതിലോട്ട് വരാം, അതൊക്കെ പ്രീവിയസ് ഇയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് സൈൻ 225 ഡിഗ്രി. എങ്ങനെയാണ് 225 ഡിഗ്രി കാണാം? അപ്പോൾ സാറേ 225 ഡിഗ്രിയുടെ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് 360 ആണെങ്കിൽ അറിയാം അല്ലെ? സോറി 360 അറിയില്ലല്ലോ. നമുക്ക് ആകെ അറിയുന്ന മെഷർ എന്താ? 0, 30, 45, 60, 90. ആ ടേബിൾ വാല്യൂ മാത്രമേ അറിയുന്നുള്ളൂ അല്ലെ? ടേബിൾ മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ കൃത്യമായിട്ട്. വേറെ ഏതെങ്കിലും വാല്യൂ നമുക്കറിയാം? ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇത് എങ്ങനെയാണ് കാണുന്നത്? 225 ഡിഗ്രി ടേബിളിൽ ഇല്ലല്ലോ, എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ നമ്മളിത് എഴുതാൻ പോകുന്നത് ഇപ്പോൾ പഠിച്ച ടെക്നിക്ക് വെച്ചിട്ടാണ്. ശ്രദ്ധിച്ചോ, സൈൻ എഴുതുക. അപ്പോൾ സൈൻ 225 ഡിഗ്രി അല്ലേ കാണണ്ടേ? അത് ആദ്യം വളരെ സിമ്പിൾ കേട്ടോ. എടാ അപ്പോൾ സൈൻ എഴുതുക. നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് സൈൻ π പ്ലസ് എക്സ് പഠിക്കുന്നുണ്ട് അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൈൻ π പ്ലസ് എക്സ് പറ. സാറേ ഇങ്ങോട്ട് പോയോ സാറേ, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ.
അല്ലേ? സൈൻ പൈ പ്ലസ് എക്സ് പറ. സൈൻ പൈ നോക്കിയതാ, പൈ സൈൻ പൈ പ്ലസ് എക്സ് ഏത് ക്വാഡ്രൻ്റാ? തേർഡ് ക്വാഡ്രൻ്റിൽ. തേർഡ് ക്വാഡ്രൻ്റിൽ എന്താണ് സൈൻ? എന്താണ്? മൈനസ് ആണ് അല്ലേ? സോ സൈൻ ആണെങ്കിൽ എന്തെന്നെ വരിക? ആൻസർ സൈൻ തന്നെ വരിക അല്ലേ? എന്താ വരിക? മൈനസ് സൈൻ എക്സ് ആണ് ആൻസർ വരിക അല്ലേ? സാർ മനസ്സിലായില്ല? മനസ്സിലാവാനൊന്നുമില്ല. സൈൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ സൈൻ എക്സ് തന്നെ വരിക അല്ലെ? മൈനസ് വരാൻ കാരണം എന്താണ്? തേർഡ് ക്വാഡ്രന്റിലാണ് സൈൻ പൈ പ്ലസ് എക്സ് വരിക. അവിടെ മൈനസ് ആണ് സൈൻ്റെ ഫംഗ്ഷൻ മൈനസ് ആണ്, അതുകൊണ്ടാണ് മൈനസ് സൈൻ എക്സ് വന്നത്. അപ്പോൾ ഈ എന്താ സാർ ഇവിടെ അതിൻ്റെ ഗുണം? 225 ഡിഗ്രീനെ നമുക്ക് ഇതുപോലെ അറിയുന്ന നമ്മളെ ടേബിളിൽ സൈൻ പൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ സൈൻ 2π അതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ സൈൻ പൈ ബൈ 2. അപ്പൊ ഇതൊക്കെ ഫിക്സഡ് ക്വസ്റ്റ്യനാ. 180 പൈ എന്ന് പറഞ്ഞാൽ 180. അപ്പൊ നമുക്ക് ഇവിടെ 180 പ്ലസ് 225 ആകുമ്പോൾ എത്ര വരും? 45 ഡിഗ്രി. ഇപ്പൊ നോക്കിയത് ഒരു സൈൻ പൈ പ്ലസ് എക്സ് സ്റ്റാൻഡേർഡിലല്ലേ ഇപ്പൊ ഇത് വന്നത്? ഞാൻ വേറെ കളറിൽ എഴുതാം. ഇപ്പൊ ഇത് ഏത് ലെവലിലാണ് എടുക്കുന്നത് നോക്ക്? സൈൻ പൈ പ്ലസ് എക്സ് ലെവലിലാണ് എടുക്കുന്നത്. സൈൻ പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. സോ ഒബ്വിയസ്ലി ഈ സാധനം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സോ ആൻസർ എന്ത് വരും? മൈനസ്, അടിയിൽ എഴുതാം. സോ ഇതിന്റെ ആൻസർ ഞാൻ വൈറ്റിൽ എഴുതേണ്ട മൈനസ് സൈൻ അല്ലെ? മൈനസ് സൈൻ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആരാ? 45 ഡിഗ്രി. സോ ഇതുകൊണ്ട് എന്താ ഗുണം? സൈൻ 45 ഡിഗ്രി എല്ലാവർക്കും അറിയാം. സൈൻ 45 ഡിഗ്രി നിങ്ങൾ പറയാം ഫ്രം ടേബിൾ. സാർ ഇപ്പം ഇതിന്റെ വാല്യൂ കാണാപാഠം പഠിച്ചു വെക്കണമെന്നില്ല. ഇതിന്റെ ഫ്രം ടേബിൾ നിന്ന് ഞാൻ നോക്കിയെടുത്ത് തരാം. സൈൻ 45 എന്താ? സൈൻ 45 അല്ലേ? സൈൻ 45 ഡിഗ്രി 1/√2 ആൻസർ വരും. 1/√2 ഇത് സാർ. സോ ഫൈനൽ ആൻസർ എന്താ? -1/√2 ഇസ് ദി ഫൈനൽ ആൻസർ. നോക്കി നോക്കുക. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം പഠിക്കണമെന്ന് മനസ്സിലായ? ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഇത്. പിള്ളേർ തെറ്റിക്കുന്നതാണ്, കുറച്ച് പഠിക്കുന്ന കുട്ടികൾ വരെ തെറ്റിക്കുന്നതാണ്. ഇത് പഠിക്കോ പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ കാറ്റഗറി ഒന്നുമില്ല. ഇതിൻ്റെ ആശയം ക്ലിയർ ആണെങ്കിൽ ആർക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. വേറെ ഇതിലോട്ട് വരാം. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ എടാ, ഈ ക്വസ്റ്റ്യനിൽ കുറേയൊക്കെ ടേബിൾ വാല്യൂ ആണ്. ഏതൊക്കെ വാല്യൂ? സൈൻ പൈ ബൈ 6. നമുക്ക് ടേബിൾ വാല്യൂ ഒക്കെ നമ്മളത് എഴുതിയെടുത്തോ. സൈൻ പൈ ബൈ 6. സാർ നേരെ ബാക്കിലേക്ക് പോകുന്നില്ല. സാർ ഇതിൻ്റെ ടേബിൾ വാല്യൂ നേരെ ഇവിടെ എഴുതാം കേട്ടോ. നിങ്ങൾ ബാക്കിൽ പോയിട്ട് ടേബിൾ, നിങ്ങൾ ഓൾറെഡി ടേബിളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. സാർ ഇത് കാണാപ്പാടം പഠിച്ചിട്ടില്ല, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. സാറ് കാണാപ്പാടത്തിൻ്റെ വാല്യൂ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കെ. 14 വർഷമായിട്ട് സാർ എന്ത് ചെയ്തിട്ടില്ല? ഇതിൻ്റെ ഒന്നും ടേബിൾ വാല്യൂ കാണാതെ പഠിച്ചില്ല. എനിക്ക് എപ്പോഴാണോ ടേബിളിൻ്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യും. ഓക്കെ, സൈൻ പൈ ബൈ 6 1/2 കേട്ടോ, 1/2. ഓക്കെ, അതേപോലെ കോസ് പൈ ബൈ 3 നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ എഴുതിയെടുക്കാം. അറിയാത്തത് നമുക്ക് സ്റ്റെക്ക് ആവും, അത് നിൽക്കട്ടെ. കോസ് പൈ ബൈ 3 പറ. കോസ് പൈ ബൈ 3 എത്രയാണ്? 1/2 അല്ലേ? 1/2 നിങ്ങൾ ടേബിളിൽ നിന്ന് എഴുതിക്കോട്ടോ. ടാൻ പൈ ബൈ 4 1 ആണ്. അത് പിന്നെ കോമൺ സ്റ്റാൻഡേർഡ് വാല്യൂ അതുകൊണ്ടാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ടാൻ പൈ ബൈ 4 1 ആണ്. അതുപോലെ സൈൻ 5 ബൈ 6 ഒരെണ്ണം മാത്രം സാറ് അറിയില്ല. ഇത് 3 ടേബിളിൽ നിന്ന് കിട്ടി സാറേ. പക്ഷെ സാറേ ഒരെണ്ണം നമുക്ക് ടേബിളിൽ കാണാനില്ല. അതൊക്കെ നമ്മൾ കണ്ടെത്തി തരാം. സൈൻ 5π ബൈ 6. എടാ, ഇങ്ങനെ നമുക്ക് കാണാത്ത ഏതെങ്കിലും പറ്റാത്തൊരു സാധനം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമുക്ക് സീക്ക് പൈ ബൈ 3 ഇതൊക്കെ ടേബിളിലുണ്ട്. സീക്ക് പൈ ബൈ 3 സൈൻ 5 ബൈ 6 മാത്രമേ നമുക്ക് ഉള്ളതുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? സൈൻ പൈ. ഇപ്പോൾ സീക്ക് പൈ ബൈ 3 നമുക്ക് അവൈലബിൾ ആണ്, ടേബിളിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ സീക്ക് ഒക്കെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ടേബിൾ ഡ്രോ ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ സൈൻ 5π/6 മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഇത് മാത്രമേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. അതിന്റെ ടെക്നിക്കാണ്, സിമ്പിൾ ടെക്നിക് ശ്രദ്ധിച്ചോ. സൈൻ 5/6 ഞാൻ എഴുതുന്നു ശ്രദ്ധിച്ചോ. സൈൻ എന്ന് എഴുതാം എക്സാം. നോക്കിയാൽ ഞാൻ എന്താ ചെയ്ത്? സൈൻ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ധൈര്യപൂർവ്വം പൈ എന്ന് എഴുതാം. സാർ എക്സാമിന് എനിക്ക് ധൈര്യം കിട്ടണ്ടേ പൈ എന്ന് എഴുതാം? മക്കളെ, ഈ പാറ്റേൺ വന്നാൽ നിങ്ങൾ ശീലിക്ക്. നിങ്ങൾ നോക്ക്, പൈ എന്ന് എഴുതാം. ആണ്ട് ഡിനോമിനേറ്ററിൽ 6 മുകളിൽ 5. ഡിനോമിനേറ്ററിൽ 6 മുകളിൽ 5. 6നെക്കാട്ടി ചെറുതല്ലേ 5, അതുകൊണ്ട് മൈനസ്. അപ്പൊ സാറേ ഇതിൽ വേറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടിയിലങ്ങാട്ടിയും വലുത് മുകളിൽ വന്ന് അവിടെ എന്ത് ഇട്ട് കൊടുക്കണം? പ്ലസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു ഡിനോമിനേറ്റർ വെക്കുക. ഡിനോമിനേറ്ററിൽ ഇവിടെ എത്രയാണ്? 6. അത് ഇവിടെ എന്താണ് എക്സാമിന് ഡിനോമിനേറ്റർ കാണാതെ എഴുതിക്കോളാം. എന്നിട്ട് നിങ്ങളൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സങ്കല്പം നടത്തി. എങ്ങനെ? 6 × π 6π. 6πയിൽ നിന്ന് അപ്പോൾ 6π മൈനസ് സംതിങ് π കുറച്ചാലാണ് 5π കിട്ടുക. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? π. ഇനി നിങ്ങളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. ഇതാ കിട്ടുക. നോക്കേ, ഭംഗിക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. എന്താ? 6 × π 6π മൈനസ് 1 × π π ഓൾ ഡിവൈഡ് 1 × 6. 6π എന്നൊരു π പോയാൽ എത്ര? 5π. അപ്പൊ 5π/6 നമുക്ക് π - π/6 എന്ന് എഴുതിക്കൂടെ? ഇറ്റ്സ് എ സിമ്പിൾ കോൺസെപ്റ്റ്. പക്ഷെ ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താ? നമുക്ക് ജനറലി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പറ, സൈൻ π - xന്റെ ആൻസർ എന്താ? അപ്പൊ സാറ് സൈൻ π - x. സാർ എന്തായി പറയുന്നത്? ബാക്കിൽ പോവാ പിക്ചർ വരട്ടെ. ബി പിക്ചർ. ഓക്കെ, നോക്ക്. സൈൻ π നോക്ക്. π
മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നേരെ സെക്കൻഡ് ക്വാർട്ടറിൽ. ഓൾ സിൽവർ സൈൻ പോസിറ്റീവാണ്, സൈൻ പോസിറ്റീവാണ് അല്ലേ? ഓൾ സിൽവർ സൈൻ പോസിറ്റീവ് ഇവിടെ. ഓക്കെ, ഇതെല്ലാം അടുത്ത് സൈൻ പൈ മൈനസ് എക്സ് പറഞ്ഞാൽ പൈൻ്റെ കേസിലൊക്കെ എന്താ വരിക? സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ എക്സ് കേട്ടോ. വീഡിയോ കട്ടായെന്ന് അറിയില്ല, എൻ്റെ ഇടയിൽ സാറ് കൂടെ വന്ന് പറയുന്നുണ്ട്. സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ എക്സ് ആണ്. നമ്മൾ ഫ്രം ആ ടേബിളിൽ നമ്മൾ കണ്ടെത്തി കേട്ടോ. സോ സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് കേട്ടോ. ചിലപ്പോൾ കട്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, സാർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ വീഡിയോ കട്ടാവുന്നുണ്ട്, കാരണം ഹാഫ് ആൻ അവറിൽ ഇത് സാധനം ബ്രേക്ക് ആവും. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പെടാപ്പാട് സാധനമാണ് കേട്ടോ. ഇതൊക്കെ എടുക്കുന്നതൊക്കെ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ നെക്സ്റ്റ് എന്താണ്? പ്രൂവ് ദാറ്റ് സീക്ക് പൈ ബൈ 3. എടാ സീക്ക് പൈ ബൈ 3യുടെ വാല്യൂ 2 ആണ് കേട്ടോ. സീക്ക് പൈ ബൈ 3യുടെ വാല്യൂ 2 ആണ്. നിങ്ങൾ ഫ്രം ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അല്ലേ? സീക്ക് പൈ ബൈ 3 ഫ്രം ടേബിളിൽ 2. ഓക്കെ, സാർ ടേബിൾക്ക് ഒന്നും നോക്കില്ല, നിങ്ങൾ ആൻസർ എഴുതി. എടാ അപ്പോൾ ഈ ആൻസേഴ്സ് ഞാനിവിടെ കൊടുക്കുകയാണ്, സ്ക്രീൻഷോട്ട് ചെയ്ത്. ഓക്കെ, ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആൻസർ നേരെ ഇവിടെ കൊടുക്കുന്നു. പറ 3 ഇൻറ്റു പറ സൈൻ പൈ ബൈ 6 നേരെ വാല്യൂ കൊടുത്താൽ 1/2 ഇൻറ്റു സീക്ക് പൈ ബൈ 3 2 മൈനസ് 4 ഇൻറ്റു നോക്കടാ 4 ഇൻറ്റു സൈൻ 5/6 സൈൻ 5/6 1/2 നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു ഇൻറ്റു കോട്ട് പൈ ബൈ 4 കോട്ട് വെർ ഈസ് കോട്ട് പൈ ബൈ 4 കോട്ടാണ് കോട്ട് പൈ ബൈ 4 ടേബിളിൽ കിട്ടും. കോട്ട് പൈ ബൈ 4 ടേബിളിൽ കിട്ടും. കോട്ട് പൈ ബൈ 4 വരൂ കോട്ട് പൈ ബൈ 4 1 അല്ലേ? ടാൻഡർ റെസിപ്രോക്കൽ അല്ലേ കോട്ട്? സോ 1. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്തേ 1 കിട്ടുമോ നോക്കെ. 2 വെട്ടി സാറേ. 3 ഇൻറ്റു 1 3 2 4 സാറേ വെട്ട് 2 ഇൻറ്റു 1. സോ 3 മൈനസ് 2 വാട്ട് ഈസ് 1 RHS. എടാ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ സാർ, ഇത് മാത്രമേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഉള്ളൂ, അത് നിങ്ങൾ പഠിച്ചാൽ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാടാ. നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ്. എടാ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം. സൈൻ നമുക്കിവിടെ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 15 ഡിഗ്രി ഹെൻസ് ഡെഡ്യൂസ് ദ വാല്യൂ ഓഫ് കോസ് 75. എടത് ചോദിക്കുകയാണെങ്കിൽ ഒരുമിച്ചാ ചോദിക്കുക. അതിന് വേറൊരു പേർ ഇങ്ങനെയുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഹെൻസ് ഡെഡ്യൂസ് ദ വാല്യൂ ഓഫ് കോസ് 50. ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് കേട്ടോ. എടാ ഇവിടെ ഒരു സാധനം കാണാം. ഇത് കാണാപാഠം പഠിക്കുന്ന വളരെ ട്രിക്കാണ്. സൈൻ എക്സ് മൈനസ് വൈ. കുറേ ആളുകൾക്ക് പേടിയുള്ള സാധനമാണ്. സൈൻ എക്സ് മൈനസ് വൈ സൈൻ എക്സ് പ്ലസ് വൈ. പഠിച്ചോ. എടാ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ പറ സൈൻ എക്സ് പ്ലസ് വൈ പറഞ്ഞോട്. സൈൻ എക്സ് കോസ് വൈ. എടാ സൈന് കോസ് സൈൻ എക്സ് പ്ലസ് സൈന് കോസ് പ്ലസ് കോസ് സൈൻ കോസ് എക്സ് സൈൻ എന്ന് പറഞ്ഞേ. സൈൻ എക്സ് പ്ലസ് സൈന് കോസ് സൈൻ എന്ന് പറഞ്ഞേ. സൈന് കോസ് സൈൻ എല്ലാവരും പറയേ. സൈന് കോസ് സൈൻ പ്ലസ് ആണെങ്കിൽ എന്താണ് പ്ലസ്? സപ്പോസ് മൈനസ് വന്നാൽ ഇവിടെ മൈനസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുമിച്ച് പഠിച്ചോ ക്ലബ് ചെയ്തിട്ട് കേട്ടോ. സൈൻ പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പഠിച്ചോ. സൈന് കോസ് വൈ പ്ലസ് കോസ് സൈൻ. ഇവിടെ മൈനസ് വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ മൈനസ് ആവുക, വേറെ മാറ്റമൊന്നുമില്ല. എടാ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സൈൻ 15 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നത്. എടാ അപ്പോൾ സൈൻ 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ 15 ഡിഗ്രീനെ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ രണ്ടെണ്ണത്തിൻ്റെ സമ്മായിട്ടോ സബ്ട്രാക്ഷൻ ആയിട്ടോ എഴുതാം, അല്ലെ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എഴുതാം. കൂട്ടിയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ നടക്കൂല. പക്ഷെ ഏതൊക്കെ ഡിഗ്രിയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് അറിയോ? നമ്മളെ കയ്യിൽ കോമൺ മെഷർ ഉള്ളത് 0 ഉണ്ട്, 30 ഉണ്ട്. ഇത് ആക്ച്വലി ടേബിളിൽ നിന്ന് നമുക്ക് ചെയ്യുന്ന സാധനമാണ്. എടാ ഇത്രയും വാല്യൂസ് ഉപയോഗിച്ചും കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ 0 നമുക്ക് ആവശ്യമില്ല, 0 എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് 30 45 60 90 ഇതല്ലേ നമുക്ക് ടേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ. ഇതിലത്തെ ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ടെണ്ണം കുറച്ചിട്ടോ എന്ന് പറഞ്ഞേ. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടിയിട്ടോ രണ്ടെണ്ണം കുറച്ചിട്ടോ. അപ്പോൾ ചെറിയ വാല്യൂ ആകുമ്പോൾ കൂട്ടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ചെറുത് 30. അപ്പോൾ നമുക്ക് 30 + 45 കൂട്ടിയ വേറെ വാല്യൂ 75 വരിക അല്ലേ? അപ്പോൾ നമുക്ക് അത് വരില്ല. അപ്പോൾ ഇവിടെ കുറക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഏത് 2 കോമ്പോ എടുത്തിട്ട് കുറച്ചാലാണ് 15 കിട്ടുക? ഒബ്വിയസ്ലി 45 അല്ലേ? നിങ്ങൾക്ക് വേറെ ചാൻസുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ 60 - 45 അത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ സാറേ ആൻസർ തെറ്റിപ്പോവുക, അതൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 45 ഡിഗ്രി - 30 ഡിഗ്രി ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാം. ഞാനിപ്പോൾ 45 ഡിഗ്രീൻ്റെ എടുക്കുന്നത്. നിങ്ങൾക്ക് 60 - 45 എക്സാമിന് എടുക്കണമെങ്കിൽ അത് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അവസാന ആൻസർ ഒക്കെ സെയിമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 കോമ്പോയിൽ നിന്ന് മൈനസ് ചെയ്താലേ. അപ്പോൾ സൈൻ 15 ഡിഗ്രിയാണ് കാണേണ്ടത്, അതിനൊരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് ഈ സൈൻ 15 ഡിഗ്രീനെ നമുക്ക് എന്താക്കാം? പറ സൈൻ എന്താക്കാടാ? 45 ഡിഗ്രി - 30 ഡിഗ്രി ആക്കാം. അപ്പോൾ 15 ഡിഗ്രിനെയാണ് ഇങ്ങനെ ആക്കിയത്. ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ഇപ്പുറത്തേക്ക് പിടിക്കണം അല്ലേ? സൈൻ 15 ഡിഗ്രി നമ്മളാക്കി 45 ഡിഗ്രി 30 ഡിഗ്രി. അപ്പോൾ സൈൻ എക്സ് മൈനസ് വൈ പറഞ്ഞു. അപ്പോൾ സൈൻ എക്സ് മൈനസ് വൈ പാറ്റേണായി. സൈൻ എക്സ് മൈനസ് സൈൻ വൈ. സൈൻ എക്സ് മൈനസ് വൈ എന്താ എല്ലാവർക്കും അറിയാം, പെടച്ചൂട്. സോ സൈൻ എക്സിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 45 ഡിഗ്രി. സൈന് കോസ് വൈ. സോ കോസ് 30 ഡിഗ്രി മൈനസ് കോസ് സൈൻ അല്ലെ? കോസ് എത്രയാടാ? കോസ് 45 ഡിഗ്രി ഇൻറ്റു സൈൻ 30 ഡിഗ്രി. എടാ ഇതിൻ്റെയൊക്കെ വാല്യൂ ഫ്രം ടേബിളിൽ നിന്ന് നിങ്ങൾ പഠിച്ചോളാം. ഓക്കെ, സൈന് കോസ്
അതുപോലെ കോസ് സൈന് ടേബിളിൽ നിന്ന് എഴുതിക്കോ. ഞാൻ സാർ നേരെ ബുക്ക് നോക്കിയിട്ട് എഴുതുന്നത് സൈൻ 45. ഞാൻ കാണാപാഠം പഠിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണാപാഠം പഠിക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തതാണ്. കാണാപാഠം വേണ്ട, ഫ്രം ടേബിളിൽ നിന്ന് എന്ത് ചെയ്യുക, അതേപോലെ മൈനസ് അങ്ങനെ കൊടുക്കാം വാല്യൂ കേട്ടോ. അത് നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് എഴുതാൻ അറിയാം, എല്ലാവർക്കും അറിയാം. 1/√2 × 1/2 ഇത് ടേബിളിൽ നിന്ന് കിട്ടും. സോ ടേബിളിൽ നിന്ന് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇൻറ്റു ആണ്, ക്രോസ് മൾട്ടിപ്പിൾ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇൻറ്റു വന്ന നേർക്ക് ഓക്കെ. 1 × √3 1 × √3 √3 ഡിവൈഡ് ബൈ 2√2 മൈനസ് 1 × 1 1/2√2. എടാ ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം, ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മൾ എന്തിൻ്റെ ആൻസർ, സൈൻ 15 ഡിഗ്രിയുടെ ഉത്തരം കേട്ടോ. സൈൻ 15 ഡിഗ്രിയുടെ ഉത്തരമാണ് കേട്ടോ. സൈൻ 45 - 30ന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സൈൻ 15 ഡിഗ്രിയുടെ ഉത്തരമാണ്. മനസ്സിലായില്ലേ? സൈൻ 15 ഡിഗ്രിയുടെ ഉത്തരമാണല്ലോ, അത് രണ്ടും സെയിം ആണല്ലോ. അപ്പം ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, സൈൻ 15 ഡിഗ്രിയുടെ ഉത്തരം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പോയി, ഇവിടെ ഉണ്ട്, അങ്ങനെ പോവില്ല. ഓക്കെ, സൈൻ 15 ഡിഗ്രിയുടെ ഉത്തരം. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യും. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഹെൻസ് ഡെഡ്യൂസ് ദി വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട്. എടാ ഹെൻസ് ഡെഡ്യൂസ് ദി വാല്യൂ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് കോസ് 75 ആണ്. എടാ കോസ് 75 എങ്ങനെ കിട്ടുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചും കൊണ്ട് ഇത് ചെയ്യണം. ഇത് ആൻസർ എഴുതി എല്ലാവരും? ഓക്കെ. എടാ ഇത് വെച്ചും കൊണ്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ, ഈ വാല്യൂ വെച്ചും കൊണ്ട്. എടാ ട്രിക്ക് ശ്രദ്ധിച്ചോ. എടാ കോസ് 75 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഈക്വൽ ഞാൻ എഴുതിക്കോട്ടെ ഇങ്ങനെ, സാർ സൈൻ π/2 - x എന്ന് എഴുതിക്കോട്ടെ സാർ. കാരണം സൈൻ π/2 - x എന്താ എഴുതി ശ്രദ്ധിക്കുക. സാറിൻ്റെ കഴുത്തിനൊക്കെ വേദന ആയി തുടങ്ങി. സൈൻ π/2 - x എന്താണ്, കോസ് x ആണ്, ആണോ അല്ലേ? എടാ അപ്പോൾ സൈൻ π/2 - കോസ് x നമുക്കറിയില്ലേ, സൈൻ π/2 - കോസ് x ആണ് നമ്മൾ നേരത്തെ പഠിച്ചു. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. സോ സൈൻ π/2 - കോസ് x ആണെങ്കിൽ സാർ കോസ് 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, റിവേഴ്സിലി. ഇപ്പൊ കോസ് 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ കോസ് 75 ഡിഗ്രിനെ നമുക്ക് എന്ത് എഴുതാം, സൈൻ π/2 എന്ന് പറഞ്ഞാൽ 90 അല്ലേ. അപ്പോൾ 90 - എത്ര എഴുതാൽ മതി, 75ലേക്ക് എത്തണമെങ്കിൽ 90 എത്ര കുറച്ചല്ലേ, 75 വരെ 15 അല്ലേ, 15 ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ കോസ് 75 ഡിഗ്രീനെ നന്നായി ശ്രദ്ധിച്ചോ, കോസ് 75 ഡിഗ്രിനെ സൈൻ എന്തെന്ന് എഴുതാം, സൈൻ 90 ഡിഗ്രി - 15 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ കോസ് 75 എന്ന് പറഞ്ഞാൽ സൈൻ π/2 - x. അപ്പോൾ സൈൻ π/2 - x ആണ് കോസ് 75 ഡിഗ്രി, ആണോ അല്ലേ? ആണ്. സോ സൈൻ π/2 - x എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ π/2 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പോൾ സിംപ്ലി നമുക്കറിയാം സൈൻ π/2 - x എന്ന് പറഞ്ഞാൽ, സോറി സാർ തെറ്റി അങ്ങനെയല്ല, ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ, സൈൻ 90 - x അല്ലേ നമുക്ക് എത്ര കാണേണ്ടത്? ഓക്കെ, അതായത് സൈൻ π/2 എന്ന് പറഞ്ഞാൽ 90 - 75. സാർ മനസ്സിലാക്കി തരാം. സി നോക്കേ, സൈൻ നോക്കിട്ടാ, സൈൻ ഇതിപ്പോ എന്താ റീഡ് ചെയ്യാ, സൈൻ സിമ്പിൾ സൈൻ π/2 - ഓക്കെ, സൈൻ π/2 - x എന്ന് പറഞ്ഞാൽ കോസ് x അല്ലേ. സി സൈൻ π/2 ഓക്കെ, സൈൻ π/2 - x എന്ന് പറഞ്ഞാൽ കോസ് x അല്ലേ. ഇപ്പൊ ഈ സൈൻ 90 - 75 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്, സൈൻ π/2 - x അല്ലേ. അപ്പൊ സൈൻ π/2 - x നമുക്ക് എന്താ, കോസ് x. അപ്പൊ കോസ് x ന്റെ സ്ഥാനത്ത് x എത്രയാ നോക്കേ, കോസ് x ന്റെ സ്ഥാനത്ത് x എത്രയാ, 75. അപ്പോൾ സൈൻ π/2 - x എന്ന് പറഞ്ഞാൽ കോസ് x ആണ്. അപ്പോൾ സൈൻ 90 നമുക്ക് 90 - 75 എന്ന് എഴുതാം. അപ്പോൾ സൈൻ 90 - 75 എന്ന് പറഞ്ഞാൽ എന്താ സൈൻ 15 അല്ലേ. എടാ ഇപ്പൊ 90 - 75 പോയാൽ എത്രയാ, ഇപ്പൊ ഈ സൈൻ π/2 - x നെ നമ്മൾ കോസ് x എന്ന് പറഞ്ഞു. ഈ സൈൻ 90 - 75 പോയാൽ എത്രയാ, അതൊന്ന് പറഞ്ഞേ. 90 എപ്പോഴും 90 - 75 അങ്ങനെ നിൽക്കൂലല്ലോ. 90 - 75 പോലെ എത്ര, 15 ഡിഗ്രിയാണ്. അപ്പൊ ഇവര് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരവ് എന്ത് തന്നെയാണ്, സെയിം ആൻസർ ആണെന്നാ പറഞ്ഞത്. അപ്പൊ കോസ് 75 ഡിഗ്രിയുടെ ആൻസർ ഇതുപോലെ എഴുതണം, സൈൻ 15 ഡിഗ്രി എന്ന് എഴുതണം. സോ ഫൈനൽ ആൻസർ ഇവിടെ ഇങ്ങനെ ഈക്വൽ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. സെയിം എന്ത് എഴുതാം, √3 - 1/2 ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ സെപ്പറേറ്റ് ഇത് എഴുതണ്ട. ഓക്കെ, സോ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരട്ടെ സാറേ, ഞങ്ങൾ ചെയ്യുമോ? ഹോംവർക്ക് ആയിട്ട് കൊടുക്കുന്ന ചില ആളുകൾ ചെയ്യുന്നില്ല. പറ, 75 ഡിഗ്രി ഏതൊക്കെ കോമ്പോ, നമുക്ക് 30 ഉണ്ട്, 45 ഉണ്ട്, 60 ഉണ്ട്, 90 ഉണ്ട് അല്ലേ. ഏതൊക്കെ കൂടുതൽ 75 കിട്ടുക പറ, 40 30 അല്ലേ. അപ്പോൾ എഴുതിക്കോ, സൈൻ ആദ്യം ചെറുത് എഴുതണം, വലുത് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് കേട്ടോ. 30 + 45 ഇതൊന്നും എഴുതിയ കുഴപ്പമില്ല. അപ്പോൾ സൈൻ x + y നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സൈൻ x + y പറ, സൈൻ 30 ഡിഗ്രി, സൈന് കോസ് പ്ലസ് കോസ്
സൈന്. ഓക്കെ, സോ വാല്യൂസ് ഒക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്തോ. വാല്യൂസ് ഒക്കെ ലിസ്റ്റ് ചെയ്താൽ ഫൈനൽ ആൻസർ ഇതാ കിട്ടുക. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഞാൻ ഗ്യാരണ്ടി പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ സാറേ നമുക്കിവിടെ cos 15 എങ്ങനെ കിട്ടാം? ഹെൻസ് ഡെഡ്യൂസ് cos 15 ആണ്. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യടാ, ആൻസർ സിംപ്ലിഫൈ ചെയ്യാം. cos 15ന്റെ ആൻസർ എന്ത് വരടാ, sin 90 അല്ലേ, sin 90 പ്ലസ് 15 അല്ലേ, sin π/2 പ്ലസ് എക്സ് അല്ലേ, sin π/2 പ്ലസ് എക്സ്, sin π/2 പ്ലസ് എക്സ് എന്താടാ, cos എക്സ് ആണ്. π/2 പ്ലസ് അല്ലേ, സെക്കൻഡ് ക്വാഡ്രന്റ് ഓൾ സിൽവർ, സൈൻ പോസിറ്റീവ്. ഓക്കെ, സോ ദ ആൻസർ നമുക്ക് എന്ത് പറയടാ, sin 70 അല്ലേ. ഇത് രണ്ടും കൂട്ടിക്കൂടെ, 90 15 കൂട്ടി കഴിഞ്ഞാലേ, സോറി നമുക്ക് എത്ര കിട്ടും, സൈൻ തെറ്റി cos 15 എന്ന് പറഞ്ഞാൽ സൈൻ തെറ്റി 90 മൈനസ് 15, സൈൻ π/2 ആണ്, 90 മൈനസ് 15 ആണ് അല്ലേ, ക്വസ്റ്റ്യൻ cos 15 അല്ലേ, സൈൻ π/2 മൈനസ് അല്ലേ, സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ cos എക്സ് ആണ് അല്ലേ, സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ cos എക്സ് ആണ്, കറക്റ്റ് അല്ലേ, സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ cos എക്സ്. നോക്കെ, സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ cos എക്സ് ആണ്. സോ സൈൻ 90 മൈനസ് 15 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ വാല്യൂ, എക്സാക്ട്ലി സൈൻ 75 ഡിഗ്രി. സൈൻ 75 ഡിഗ്രിയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ വാല്യൂ, √3 പ്ലസ് 1/2 √2. കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചില ആളുകൾക്ക് ചെറിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, tan 15 ഡിഗ്രി = 2 മൈനസ് √3 എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എടാ അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി കാണേണ്ടത് എന്ന് വെച്ചാൽ tan x + y tan x - y നമ്മൾ പഠിക്കണം. പഠിച്ചോ tan x + y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോ, tan x എന്ന് എഴുതാം, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. സോ tan x tan y ഡിവൈഡ് ബൈ 1, ഇവിടെ പ്ലസ് ഇട്ടാൽ 1 മൈനസ് tan x ഇൻറ്റു tan y. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഇനി സപ്പോസ് മൈനസ് ആണെങ്കിലോ, ഞാൻ ഇവിടെ വേറെ കളർ ഉപയോഗിക്കും, അപ്പോൾ 2 വട്ടം എഴുതണ്ട, മൈനസ് ഇവിടെ മൈനസ്, അപ്പോൾ ഇവിടെ എന്ത് വരും, പ്ലസ് വരും കേട്ടോ. ശരി, ഇപ്പൊ tan 15 ഡിഗ്രി ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിളാണ്. നോക്ക്, tan 15 ഡിഗ്രി. അപ്പോൾ നമുക്ക് കോംബോ പറ, നമ്മളെ കയ്യിൽ 40 45 ഇതൊക്കെ നമുക്ക് കോമൺ മെഷേഴ്സ്, അത് വെച്ചിട്ട് എടുത്താൽ പോരെ, 15 കിട്ടൂലേ. സോ കിട്ടുമല്ലോ, tan 45 ഡിഗ്രി 30 ഡിഗ്രി. സോ tan x - y എക്സ്പാൻഡ് ചെയ്താൽ പറ, tan x, ഇതൊക്കെ സുഖമാട്ടോ, tan x മൈനസ് tan y ബൈ 1 പ്ലസ് tan x ഇൻറ്റു tan y. സോ tan 45 1 ആണ്, tan π/4 അല്ലെങ്കിൽ tan 45 1 ആണ്. സോ 1 മൈനസ് tan 30, ഇതിനൊക്കെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ മക്കളെ. tan π/4 ഇത് പല രീതിയിൽ എടുത്തിട്ടുണ്ട്, 60 45 ഉറക്കാം, tan π നിങ്ങളിങ്ങനെ ചെയ്തു കേട്ടോ. ഇതിലുള്ള വാല്യൂ വേറെയാണ്, അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ വേണ്ടി വരില്ലേ. tan 45 tan 30. എടാ ഇവർ 60 മൈനസ് 45 എടുത്തിട്ടുള്ളത് കേട്ടോ, 60 മൈനസ് 45 എടുത്തിട്ടുള്ള നമ്മൾ ഇങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ എക്സാമിന് നമ്മളുടെ ആ സമയത്ത് എന്താ എടുക്കുന്നത് ചെയ്ത് എഴുതാം. tan 30 ഓർഡറാ, tan 30. സോ ഇത് നിങ്ങൾ ചെയ്യും മക്കളെ, ഇത് നിങ്ങൾക്ക് വിട്ടെന്ന് പറഞ്ഞു. ഓക്കെ സാറ് തോറ്റിട്ടാണോ? അല്ല, നിങ്ങൾ വർക്ക് ചെയ്യും. എടാ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ നിങ്ങൾ പുട്ട് ചെയ്യും. tan 45 1 ആണ്, tan 30യുടെ വാല്യൂ ഇവിടെ ഇങ്ങനെ പുട്ട് ചെയ്തെടുക്കണം. പക്ഷെ പണിയുണ്ടാ, എൻ്റെ ബുക്കിൽ ഇതിൻ്റെ പടമില്ല. tan 30 പറ, tan 30 എത്ര, 1/√3. ഞാൻ പറഞ്ഞില്ല സാർ ഇത് കാണാൻ പാഠം പഠിച്ചിട്ടില്ല എന്ന്. 1/√3 എവിടെ വന്നു, 1/√3 സാർ ഇവിടെ ചെയ്യാട്ടോ. 1/√3 ബൈ 1 പ്ലസ് tan 1 ഇൻറ്റു tan 30 എത്രടാ, 1/√3. സോ സിംപ്ലിഫൈ ചെയ്തോ. സോ 1 മൈനസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, 1 പ്ലസ് 1 ഇൻറ്റു 1/√3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, ബൈ 1 ഇട്ടിട്ട് 1 ഇൻറ്റു √3 മൈനസ് 1/√3. അതേപോലെ 1/√3 പ്ലസ് 1/√3 ക്യാൻസൽ, ഫൈനൽ ആൻസർ ഇതാടാ, √3 മൈനസ് 1/√3 പ്ലസ്, ദാറ്റ്സ് എ ഫൈനൽ കീ. ഓക്കെ എടാ അപ്പം നമുക്ക് കിട്ടി. ഇനി അടുത്ത അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ, എന്താ പറഞ്ഞത്, tan 15. എടാ അത് നമ്മൾ ഇതിൻ്റെ നേരെ ഉൾട്ടടിച്ചാൽ മതി, tan 15 പ്ലസ് cot 15. ഇവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ, അമേത് ബന്ധമുണ്ടല്ലോ. tan 15 ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. വാട്ട് ഇസ് വാല്യൂ, √3 മൈനസ് 1/√3 പ്ലസ് 1 പ്ലസ്. എടാ cot 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ റെസിപ്രോക്കലാണ് അല്ലേ, ടാൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ ഈ ആൻസറിനെ എന്താണ് തല തിരിച്ച് എഴുതിയാൽ മതി. ഓക്കെ √3 പ്ലസ് 1/√3 മൈനസ്, ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എത്ര
നോക്ക് മക്കളെ, എടാ √3 - 1/√3 + 1. എടാ അതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. അത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരെ എത്തിയ കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇതുവരെ ചെയ്താലും മതി. അല്ലെങ്കിൽ √3 + 1 കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ. ചില ആളുകൾക്ക് ഇതൊക്കെ പ്രശ്നമാവും. √3 + 1 കോഞ്ചുഗേറ്റ് പറഞ്ഞാൽ √3 - 1 ആണ്. √3 - 1. എടാ നിങ്ങൾ ഇത് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തും കേട്ടോ. ഇത് മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, കീ ഇവിടെ എഴുതുന്നുണ്ട് √3 - 1. അപ്പോൾ ഇവര് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇവര് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √3 × √3 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ. √3 × 1 - √3 -1 × -√3 -1 ഒരുപാട് സമയം ആവശ്യമായിട്ടാണ് സാർ ഇത് ചെയ്യാൻ പഠിക്കുന്നത്. സോ √3 × √3 എന്താണ്, 3 ആണ്. √3 × -1 -√3 1 × √3 +√3 1 × -1 -1. സോ -√3 +√3 ഒക്കെ ക്യാൻസൽ ചെയ്തു. സോ 3 + 1 4 4 - 2 2√3 / 3 - 1 എത്രടാ 2 കേട്ടോ. പിന്നെ കോമൺ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ രണ്ടിൽ നിന്നും കോമൺ 2 എടുക്കുക. 2 ചെയ്തു തുടങ്ങുന്നുണ്ട്. 2 കോമൺ എടുത്താൽ 2 - √3/2. സോ ഫൈനൽ ആൻസർ ഇതാടാ 2 - √3. ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അവിടെ വെച്ച് നിർത്തിയ ഫുൾ മാർക്ക് കിട്ടുമെന്നില്ല, അരമാർക്ക് പോകും. ഇവിടേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ നല്ലത് കേട്ടോ. അപ്പോൾ ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ tan 15 ഓൾറെഡി ഇപ്പം എന്ത് കിട്ടി, 2 - √3. സോ പ്ലസ് കോട്ടിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/2 - √3. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ, 4 കിട്ടും കേട്ടോ. അപ്പോൾ അത് ചെയ്തോ, ഞാനത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ കുറേ സമയം വേസ്റ്റോ. ഓക്കെ, നിങ്ങൾ ചെയ്തു. നമുക്ക് ഒരുപാട് ടൈം അവിടെ അങ്ങനെ. ഇപ്പോൾ നാളെ എക്സാം ആണ്, കൂടുതൽ നമുക്ക് സമയമില്ല. ഓക്കെ, അതുകൊണ്ടാണ് സാർ ഒഴിവാക്കുന്നത്. സോ അടുത്തത് sin x + sin y = 2 sin x + y. സാർ ഇതിന് ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിനെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓൾറെഡി പാറ്റേൺ വന്നു. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് മോഡൽ എക്സാമിന് വന്നു. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇങ്ങനത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ആണ്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ 3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ കഴിഞ്ഞു കേട്ടോ. അത് വന്നതാണ്, എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണാപാഠം പഠിക്കണ്ട സാർ, ഇതിനെ ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമുക്ക് ഓൾറെഡി എവിടെ വന്നെന്ന് അറിയോ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഒക്കെ വീഡിയോ കണ്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. സൈന് ഇതിന് ട്രിക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. സൈന് ഗുഡ് ഫംഗ്ഷൻ. സാറേ ഇതൊക്കെ എന്താണ് സാറേ, സൈൻ ഗുഡ് ആടാ, അത് കോസ് ബാഡ് ആടാ, ഇങ്ങനെ പഠിക്കുക. സൈൻ ഗുഡ്, കോസ് ഭയങ്കര ക്രൂവലാണ്, ബാഡാണ്, ബാഡാണെന്ന് പഠിക്കുക. സൈൻ നല്ല ഫംഗ്ഷനാണ്, കോസ് ക്രൂവലാണ്, ബാഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം, സൈൻ നല്ല ഫംഗ്ഷനാണ്, കോസ് ബാഡ് ഫംഗ്ഷനാണ്. സൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ സൈൻ എപ്പോഴും കോസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. കോസ് എന്ത് ചെയ്യും, സൈൻ എപ്പോഴും ഓപ്പർച്യൂണിറ്റി കൊടുക്കും കോസിന്. അങ്ങനെ പഠിക്കാം. സൈൻ ഈസ് എ ഗുഡ് ഫംഗ്ഷൻ. കോസ് ക്രൂവലാ, ഓപ്പർച്യൂണിറ്റി കൊടുക്കൂല, കോസ് അങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെ ഇവിടെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഒക്കെ sin x + y, sin x - y, cos x + y, cos x - y 4 നമുക്ക് പഠിക്കാനുള്ളൂ. സൈൻ ഈസ് എ ഗുഡ് ഫംഗ്ഷൻ. എല്ലാത്തിൻ്റെ പൊതു സ്വഭാവം എന്താ, 2x, ഈ x + y ഇത് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാണ്. ആണോ അല്ലേ പറ, എല്ലാത്തിലും നിങ്ങൾ നോക്കി നോക്കുക, x + y/2 x - y/2 അല്ലേ, ബ്ലാ 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 അല്ലേ. അതുപോലെ 2 എല്ലാത്തിലും കോമൺ ആണ്. മറ്റുള്ള ഫംഗ്ഷൻ മാത്രമല്ലേ മാറുന്നുള്ളൂ. അപ്പോൾ സൈൻ ഗുഡ് ഫംഗ്ഷൻ ആണെന്ന് പഠിക്കുമ്പോൾ സൈൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. സൈൻ ഗുഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആദ്യം സൈൻ വന്നു. സൈൻ ആർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കും, കോസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അങ്ങനെ പഠിക്കാം. സൈൻ നല്ല ഫംഗ്ഷൻ ആടാ, അതുകൊണ്ട് സൈനും കോസിനും സൈൻ വന്നാൽ അപ്പോൾ കോസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. സോ അടുത്തത് സൈൻ ഈസ് എ ഗുഡ് ഫംഗ്ഷൻ. സോ ഇവിടെ മൈനസ് വന്നാൽ ആദ്യം സൈന് വരില്ല. അപ്പോൾ സൈൻ ഈസ് എ ഗുഡ് ഫംഗ്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആദ്യം ആരെന്നെ വരും, സൈൻ വരും. പിന്നെ സൈൻ വന്നാൽ സൈൻ ഗുഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കോസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഇനി സൈൻ x - sin y, തുടക്കത്തിൽ ഇവിടെ ഇടയിൽ മൈനസ് വന്നാൽ ഈ സൈൻ വരുന്നത് മാറിയിട്ട് ആദ്യം കോസ് വരും. പക്ഷേ സൈൻ ഈസ് എ ഗുഡ് ഫംഗ്ഷൻ, ആർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കും, സൈന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഇനി കോസ് വന്നാൽ കോസ് ഭയങ്കര ബാഡ് ഫംഗ്ഷൻ ആണ് അല്ലേ, ഓപ്പർച്യൂണിറ്റി ഒന്നും ആർക്കും കൊടുക്കൂല. അപ്പോൾ കോസ് പോസിറ്റീവിൽ വന്നാൽ കോസ് തന്നെ ആദ്യം എഴുതാം. പക്ഷെ കോസ് ആർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല. കോസ് വന്നാൽ വീണ്ടും ആരെന്നെ വരും, കോസ് തന്നെ വരും. ഇനി വീണ്ടും കോസ്, ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. സാർ ഇവിടെ എഴുതിയോ കേട്ടോ, ഇവിടെ മൈനസ് ആക്കണേ, മൈനസ്. ഓക്കെ, അപ്പോൾ കോസ് എന്താണ്, ക്രൂവലാണ്. ഇവിടെ മൈനസ് വന്നാൽ ആദ്യം ആരെ വരും, സൈൻ വരും. കോസ് എന്നുള്ളത് ആദ്യം തിരിയും, സൈൻ അല്ലെ. കോസ് ബാഡ് ഫംഗ്ഷൻ ആണ്, ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല. സൈൻ വന്നാൽ വീണ്ടും ആരിനെ റിപ്പീറ്റ് ചെയ്യും, സൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യും. അഡീഷണൽ ആയിട്ട് മൈനസ് പഠിക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. ആ മൈനസ് ആണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ കോസ് എക്സ് - കോസ് വൈ ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കൊടുക്കുക, അതാണ് മൈനസ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുക, അതൊന്ന് മായ്ച്ചു കളയാം. ഓക്കെ, ഇവിടെ മാത്രം പ്ലസ് മാറ്റാം. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്, മൈനസ് ആണ് കേട്ടോ. ഇത് വെച്ചും കൊണ്ട് നമുക്കിതാ ഫോർമാറ്റ് നോക്കാം. പ്രൂവ് ദാറ്റ്, വളരെ ഈസി. 2 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞു, ഫിനിഷ്. പ്രൂവ് ദാറ്റ്
sin 5x plus sin 3. കുറെ പേര് ക്വസ്റ്റ്യൻ ചോദിക്കും, സാർ ഈ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ, വേറെ മീൻസ് ട്രിഗണോമെട്രി ഇത് പഠിച്ചാൽ നമുക്ക് ഫുള്ള് കിട്ടുമെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നത് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബൈ ചാൻസ് ചിലപ്പം ക്വസ്റ്റ്യൻ ബൗൺസ് ചെയ്യാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചിലപ്പം ബൗൺസ് ചെയ്യാം, ചിലപ്പോൾ ഇതിൻ്റെ അണ്ടറിലായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻ വരിക. സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത്രയും ഇത് ഒരു ലെവലിലാണ് ഇത് ക്രൗഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബൗൺസ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. സിലബസ് ഒന്നും കട്ടായിട്ടില്ല, സിലബസ് ഓവറോൾ കറക്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ക്വസ്റ്റ്യൻ ബൗൺസ് ചെയ്ത് പുതിയൊരു ക്വസ്റ്റ്യൻ വരുമോ എന്നറിയില്ല, NCERT തന്നെ വരുമോ എന്നറിയില്ല. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6 മണിക്കൂർ വീഡിയോയിൽ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂർ വീഡിയോ ഉണ്ടാവുള്ളൂ. 6 മണിക്കൂറോളം വീഡിയോ ചെയ്താലാണ് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും ഒരു പോസിബിലിറ്റി ഇല്ല നാളത്തെ എക്സാമിന്. സോ അത്രയും ഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബൗൺസ് ചെയ്താലേ ഒരു ക്വസ്റ്റ്യൻ ബൗൺസ് ചെയ്താലല്ലേ അപ്പം നമുക്ക് അത് ഒഴിവാക്കിയിട്ട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട, പരമാവധി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ രീതിക്ക് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ സമയം അനുസരിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പലർക്കും പല ക്വസ്റ്റ്യനാണ്. മെസ്സേജിന് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, സാറോട് ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളാം. അടുത്ത വർഷം +2 ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ +2 നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ LHS RHS എടുക്കുക. അപ്പോൾ LHS എടുക്കുക. ഓക്കെ, സോ ഒറ്റയടിക്ക് തന്നെ കൊടുക്കാം കേട്ടോ. ഞാൻ LHS എടുത്തു, tan x പ്രൂവ് ചെയ്യല്ലേ വേണ്ടത്. ഇത് ഞാനിങ്ങനെ കളഞ്ഞു, എഴുതാൻ മടിയായിട്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ LHS എടുത്തിട്ട് RHS tan x ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. ഇപ്പോൾ നോക്ക് മക്കളെ, sin x + y ആണ് നമ്മൾ എടുക്കേണ്ടത് ന്യൂമറേറ്റർ അല്ലേ. sin x + y, sin x + y. ഞാൻ ആൻസർ നേരെ എഴുതാണ്, സാർക്ക് ഇത് കാണാൻ പാടായതുകൊണ്ട് ഇങ്ങനെ എഴുതാണ്. sin x + y, sin is a good function. ഞാൻ ഇത് എഴുതി നോക്ക്, എക്സാം മോളിൽ എഴുതി നോക്ക്. ഞാൻ ഇപ്പോൾ എക്സാം മോളിലാണ് ഇരിക്കുന്നത്. sin is a good function അല്ലേ, sin is a good function. സോ തുടക്കത്തിൽ പ്ലസ് തന്നെയാണ്. അപ്പോൾ 2 sin തന്നെ വരും, x + y/2. ഞാൻ അത് കാണാപ്പാടൊന്നും പഠിച്ചിട്ടില്ല, മനസ്സിലായി? ഞാൻ ട്രിക്ക് കൊടുത്തിട്ടുള്ളൂ. സൈൻ ഈസ് എ ഗുഡ് ഫംഗ്ഷൻ ആർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കും, കോസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. നമുക്ക് ഞാൻ ഇങ്ങനെ പഠിക്കുന്നുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ ഈ ഫോർമുലൊക്കെ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ജസ്റ്റ് മനസ്സിൽ ഓർത്താൽ മതി. ഇനി കോസ് ബാഡ് ഫംഗ്ഷൻ അല്ലേ, പ്ലസ് വന്നത് കൊണ്ട് അല്ലേ, കോസ് പ്ലസ് വന്നത് കൊണ്ട് 2 അവിടെ മൈനസ് വരുമ്പോഴാണ് ഇവിടെ മൈനസ് വരും അല്ലേ. അപ്പോൾ ഇവിടെ പറ 2 കോസ് തുടക്കത്തിൽ പ്ലസ് വന്നതുകൊണ്ട് എന്തെന്നെ വരും, കോസ് തന്നെ വരും. അത് 5 + 3x/2. ഇവിടെ ആരാ വരിക, കോസ് ക്രൂവൽ ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ആർക്കും കൊടുക്കില്ല, വീണ്ടും ആരെന്നെ കയറി വരും, കോസ് തന്നെ വരും അല്ലേ. 5x - 3x/2. ഇനി സിംപ്ലിഫൈ 2 വെട്ടി, ഇൻറ്റു ആയ കാരണമായിട്ടാണ് വെട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആരെ ഇവിടുന്ന് ഒറ്റയടിക്ക് വെട്ടാലോ. ആരൊക്കെ വെട്ടാം, കോസ് 5x അതിങ്ങനെ വെട്ടിക്കളഞ്ഞാൽ പോരെ. ഇത് ചെയ്യാതെ ആവശ്യമില്ല, നേരെ വെട്ടാവുന്നുള്ളൂ, കാരണം ഒരേപോലത്തെ ഫംഗ്ഷൻ അല്ലേ, വെട്ടിക്കളാം. സോ പിന്നെ ആരുള്ളത്, അങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്നും കൂടെ ഇല്ല എന്ന് പറയാം. 5x + 3x എന്താ, 8x/2 / കോസ് 5 8x/2. സോ 8x 2 വെട്ടിക്കഴിഞ്ഞാൽ sin 4x/cos 4x. സോ sin 4x/cos 4x. sin/cos എന്താ, tan 4x. ഞാൻ ക്വസ്റ്റ്യൻ തന്നതിൽ tan x എന്നാണോ കൊടുത്തിട്ടുള്ളത്, tan 4x എന്നാവും അല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തതിൽ tan x എന്നാണ് കൊടുത്തതെന്നാണ്, tan 4x കേട്ടോ. ഇത് tan x അല്ല, സാർ ഇവിടെ കൊടുത്ത് തെറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. RHS എന്താണ്, tan 4x കേട്ടോ മക്കളെ. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യണേ, tan 4x ആണ് കേട്ടോ. സോ അവൈലബിലിറ്റി ആൻസർ ആണ് tan 4x. സാർ ഇതിപ്പോൾ എന്താ ചെയ്ത്, ഒന്നുമില്ല, sin x + sin y നേരെ അപ്ലൈ ചെയ്തു. സാർ ഇത് ഇങ്ങനെ ഒറ്റയടിക്കോട്ട് 5x 3x എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതട്ടെ, 5 3 പറഞ്ഞിട്ട് 2x. അതിൻ്റെ ആവശ്യമില്ല, ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാലോ, നമുക്ക് ആരോടും സംശയം ചോദിക്കണ്ട. 2 ക്യാൻസൽ ചെയ്യാം. സോ 8x/2 ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം, tan 4x. നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് cos π/4 + x + cos π/4 - x = √2 × cos x എന്ന് പ്രൂവ് ചെയ്യാം. എടാ ഇത് നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതേ ഫോർമാറ്റ് ആണ്. നോക്ക്, ഇത് എക്സും ഇത് വൈയും. സോ RHS നമുക്ക് പ്രൂവ് ചെയ്യാം. അവിടെ കിടന്നിട്ട് √2 cos x നമുക്ക് പ്രൂവ് ചെയ്യാം. സോ LHS എടുക്കുക, അതുപോലെ നമ്മൾ LHS എന്ന് പറഞ്ഞിട്ട് എടുക്കുക എക്സാമിന്. LHS എന്ന് പറയാം കേട്ടോ. അപ്പോൾ cos x + cos y പറഞ്ഞോ, cos x + cos y നമ്മൾ എന്താ പറയുക, cos x + cos 2 cos ഇവിടെ പ്ലസ് അല്ലേ, cos is a good function, so cos is a bad function. സോ പ്ലസ് വന്നുകൊണ്ട് എന്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും, കോസിൽ സ്റ്റാർട്ട് ചെയ്യും. x + y/2 x - y/2 അതിൽ മാറ്റില്ല. അപ്പോൾ എന്താ, π/4 + x ഇതാണ് x അല്ലേ, പ്ലസ് π/4 - x all / 2 ഇൻറ്റു കോസ് ഇസ് എ ഗുഡ് ഫംഗ്ഷൻ. കോസ് ഇസ് എ ബാഡ് ഫംഗ്ഷൻ എന്തെന്നെ റിപ്പീറ്റ് ചെയ്യും, കോസിന് വരും, ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല മുമ്പ് അല്ലേ. π/4 + x മൈനസ് π/4 - x. ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം, ഇവിടുന്ന് കുറേ കുട്ടികളെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റും മക്കളെ. ഇവിടെ മൈനസ് വന്ന് 2 ടേം ഉണ്ടെന്നെങ്കിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ നിർബന്ധമില്ല, പക്ഷെ മൈനസ് വന്നാൽ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് നിർബന്ധമായിട്ടുണ്ട്. അത് ഇട്ടിട്ടില്ലെങ്കിൽ മൊത്തം തെറ്റൂട്ടാ. സോ അത് സിംപ്ലിഫൈ ചെയ്ത ആൻസറിൽ കിട്ടും, വേറെ ഒന്നുമില്ല. സോ 2 cos ജസ്റ്റ് അപ്ലൈ ചെയ്യാത്രേ ഉള്ളൂ. 1 π/4 1 π/4 എത്രയാണ്, 2 π/4
പ്ലസ് ഒരു എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ 2 ഇങ്ങനെ കിട്ടും. എടാ 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ് അല്ലേ? കറക്റ്റ് ആണല്ലേ? ശരി, 2/1 ആണ്. സോ ഫൈനൽ ആൻസർ ഇവിടെ നിന്ന് എഴുതുക 2 cos. ഇതാണ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ എടുക്കട്ടെ, വൃത്തിയിൽ എഴുതാം. ഒരു π/4 2 π/4 എക്സാമിന് നോക്കിയാൽ നല്ല വൃത്തിയിൽ എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ വട്ട് പിടിക്കും നിങ്ങൾക്ക്. ഇനി കോസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, π/4 പ്ലസ് എക്സ് മൈനസ് ഇൻറ്റു π/4 മൈനസ് π/4 മൈനസ് ഇൻറ്റു മൈനസ് എന്താടാ പ്ലസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 2 പ്ലസ് π/4 മൈനസ് π/4 ക്യാൻസൽ. ഇത് ക്യാൻസൽ ആയിട്ട് പ്ലസ് എക്സ് ആണ്. സോ ഫൈനൽ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഫൈനൽ 2 cos. എടാ ഈ 2 എന്ന് പറഞ്ഞാൽ 2/1 നേരെ തല തിരിച്ചോ? അപ്പോൾ പറ 2 π/4 അത് നേരെ തിരിച്ചു കഴിഞ്ഞാൽ 1/2. ഓക്കെ ഓക്കെ. സോ ഇതിലെ 2 ഒക്കെ ക്യാൻസൽ ആവും, അതൊക്കെ എടുക്കട്ടെ. ഇൻറ്റു പിന്നെ കോസ് ഒരു എക്സ് പ്ലസ് ഒരു എക്സ് എന്താടാ 2x/2. സോ 2 ഇവിടെയും ക്യാൻസൽ ആയി. സോ ആൻസർ എന്ത് കിട്ടും? 2 cos π/4 കിട്ടും. അതുപോലെ cos x കിട്ടും. ഏട്ടാ cos π/4ന്റെ വാല്യൂ എന്താടാ? cos π/4ന്റെ വാല്യൂ വാട്ട് ഈസ് ദ വാല്യൂ? cos π/4 1/√2. 2 cos π/4 മൊത്തത്തിൽ 1/√2 ഇൻറ്റു cos x. ഇവിടെ കഴിഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ല. 2 × 1 ഇപ്പം ആക്ച്വലി ഇങ്ങനെ കിട്ടിയില്ല, 2/√2 ഇൻറ്റു cos x എന്നാ. എടാ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാൻ പാടില്ല? റൂട്ട് വാല്യൂ വരാൻ പാടില്ല. അത് നിർബന്ധമുണ്ട്. അതിങ്ങനെ ഡിനോമിനേറ്റർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യണം എന്നാ. ഓക്കെ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 2 എന്ന് പറഞ്ഞാൽ എന്താടാ? √2 × √2 √2 എന്ന് പറഞ്ഞാൽ √2 × √2 ആണ് കേട്ടോ. √2 cos x. സോ ഈ √2 ക്യാൻസൽ ആക്കിയ ഫൈനൽ ആൻസർ എന്ത് കിട്ടൂടാ? √2 × cos x ഈസ് എ ഫൈനൽ കീ. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് കേട്ടോ. ഈ ഔട്ട്പുട്ട് നമുക്ക് അവസാനം കിട്ടും √2 × cos x. മക്കളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. Show that cos x plus cos y whole square plus sin x plus sin y whole square equal to 4 cos square into x minus y/2. എടാ cos ഇത് a plus b whole square നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. a plus b whole square എക്സ്പാൻഡ് ചെയ്യുക, a plus b whole square എക്സ്പാൻഡ് ചെയ്യുക രണ്ട് സ്ഥലത്തും. സോ വാട്ട് ഈസ് a plus b whole square? പറ. a square plus നോക്കെ a square plus 2ab എന്ന് പറഞ്ഞാൽ ഇൻറ്റു അല്ലേ, b എന്ന് പറഞ്ഞാൽ cos y പ്ലസ് cos square y പ്ലസ് അതുപോലെ sin a plus b whole square expand ചെയ്താൽ sin square x plus 2ab plus b square sin square y. LHS ആണ് എടുത്തിട്ടാ, LHS എടുത്തിട്ടാണ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ഒക്കെ നമ്മൾ LHS എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരേപോലത്തെ ആരെങ്കിലും ഉണ്ടാ? cos square x ഇല്ല. 2 cos y 2 sin y cos y രണ്ടെണ്ണം ഉണ്ട് ഒരേപോലത്തെ. ഇതേപോലത്തെ ഒരു സാധനമാണ് ഇവിടെ. അപ്പോൾ 4 എന്ന് എഴുതാം. 2 cos y 2 cos ആണല്ലോ അല്ലേ? അത് നടക്കൂല. അത് cos y അല്ലേ? ആഹാ, സൈൻ വൈ ക്വസ്റ്റ്യൻ മാറിയിട്ടില്ലല്ലോ. കറക്റ്റ് ആണല്ലേ? സൈൻ ഓക്കെ. അപ്പോൾ ഒരേപോലത്തെ ആയിട്ടില്ലല്ലോ. cos square x ഇല്ല. പിന്നെ ഇങ്ങനെ വിട്ടുള്ളൂ. cos square x sin square x ഇല്ലേ? ഇതാ ഇവരെ കമ്പൈൻ ചെയ്യാം, ഇവരെയും കമ്പൈൻ ചെയ്യാം, പിന്നെ ഇവരെയും കമ്പൈൻ ചെയ്യാം. ഇത് 1 ആയിട്ട് പോകും അല്ലേ? മനസ്സിലായോ? ഇല്ല. cos square x plus sin square x അല്ലെങ്കിൽ sin square x plus മനസ്സിലായി അല്ലേ? അതുപോലെ cos square y plus sin square y ഇത് 1 ആയിട്ട് പോകും. പിന്നെ ആരുമില്ല, പിന്നെ അങ്ങനെ എഴുതി വെച്ചോളൂ, വേറെ ആരുമില്ല. 2 cos y 2 cos x cos y 2 cos x into cos y plus 2 sin x into cos y. ഓക്കെ, ഇത് 1 plus 1 plus 1 plus 1 2. സോ ഫൈനലി എന്ത് കിട്ടും? 2 പ്ലസ് പിന്നെ 2 cos y 2 cos x into cos y plus 2 sin x into cos y 2 sin x into cos y. കറക്റ്റ് അല്ലേടാ? 2 sin x into cos y കറക്റ്റ് ആണോ മക്കളെ? സോ ഇങ്ങനെ എഴുതി 2 cos x into sin y കറക്റ്റ് അല്ലേ? ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? സോ 2 പ്ലസ് ആ 2നെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് വരും അവിടെ? ഫൈനലി cos x into cos y plus sin x into sin y. എടാ cos x cos y plus sin x sin y നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്താ cos എന്താടാ? x plus y ആണോ x minus y ആണോ? cos x plus y ആണോ x minus y ആണോ? മക്കൾ പറ. cos x minus y ആണോ അല്ലേ? ആണ് സാറേ അല്ലേ? മൈനസ് വരുമ്പോഴല്ലേ അങ്ങനെ വരാം? cos x minus y cos x cos y plus sin x sin y. കറക്റ്റാണോ അല്ലേ? സോ 2 cos x minus y കിട്ടും. സോ രണ്ടിലും കോമൺ ആയിട്ട് ഇപ്പം എന്തുണ്ട്? ഇത് 2 ആണ് അല്ലേ? 2 എന്ന് പറഞ്ഞാൽ 2 × 1 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട്. സോ 1 പ്ലസ് എന്ത് വരും? cos
എക്സ് മൈനസ് വൈ വരും അല്ലേ, 1 പ്ലസ് കോസ് എക്സ് മൈനസ് വൈ വരും. സോ 2 ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് വൈ എന്താ, 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇതെങ്ങനെ കിട്ടി? ഇത് നമ്മൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. അതിൽ ഞാനിത് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇവിടെ എക്സ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ എക്സ് ഉള്ളത് കേട്ടോ, 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. സോ ഫൈനൽ ആൻസർ 2 ഇൻറ്റു ഇവിടെ ഓൾറെഡി എന്താണ് വരിക, 2 കോസ് സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആര എക്സ് മൈനസ് വൈ ബൈ 2. എടാ ഈ 2 2 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, 4 കിട്ടും. സോ ദാറ്റ് ഇസ് എ ഫൈനൽ ആൻസർ. ഓക്കെ, ഈ ആൻസറിലോട്ട് വന്നു. ഓക്കെ, 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. എടാ ഇതിന്റെ ആൻസർ ഓൾറെഡി ഞാൻ ലിമിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലിമിറ്റ്സ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലിമിറ്റ്സ് കാണാം. മക്കളെ പ്രൂവ് ദാറ്റായി. എടാ മക്കളെ ഇത് ഒരു അപ്രോക്സിമേറ്റ് വളരെ സ്പീഡായിക്കൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നാളത്തെ എക്സാമിന് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഗ്യാരണ്ടിയാണ്. പക്ഷേ ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബൗൺസ് ആയി കഴിഞ്ഞാൽ പോട്ടെ, പുല്ല് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക കേട്ടോ. പരമാവധി നമ്മളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക. പരമാവധി നമുക്ക് ആൻസർ കിട്ടും, നാളെ പറ്റും കേട്ടോ. നാളെ ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ. നിങ്ങൾ സമാധാനമായിട്ട് ഞാൻ പ്ലസ് ചെയ്യുന്നു കേട്ടോ, ഇതിൽ നിന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഓക്കെ, പിന്നെ സമാധാനമായിട്ട് പഠിക്കുക, പഠിച്ചതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഇനി +2 കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്തോ. അതേപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലേ ലിസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുക, വീഡിയോ കാണാത്ത വീഡിയോകളൊക്കെ കാണാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലടാ, എത്രയാടാ പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ചാനൽ 1 ലക്ഷം ആക്ക്. നിങ്ങളാണ് നമ്മളെ പ്രതീക്ഷ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കൂട്ടാ. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.